നിറഞ്ഞ മനസ്സോടുകൂടി ദുനിയാവിന്റെ പുറത്തും വിട പറയണോ? നമ്മുടെ യാത്ര ധന്യമാക്കണോ? ഈ ഉള്ള മാസത്തിന്റെ ചില ദിവസങ്ങളല്ലേ ബാക്കിയുള്ളൂ. ആ ദിവസത്തിൽ അസ്ർ നിസ്കാരം കഴിഞ്ഞ് ഞാൻ ഈ പറയുന്ന ഒരു ദിക്ർ എന്താണെന്നറിയോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഗഫാറുൽ ദംബി വസത്താറുൽ ഉയൂബി വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ദർറൻ വലാ നഫഅ വലാ മൗതൻ വലാ ഹയാതൻ വലാ നുശൂറാ. പടച്ചവനെ, ഒരു മിനിറ്റ് പോലും വേണ്ട ബാപ്പായി ദിക്ർ ചൊല്ല. നമ്മളൊക്കെ എത്ര പാപങ്ങൾ ചെയ്തുകൊണ്ട് കടന്നു പോകുന്നവരാണ്. ഏത് സമയത്താണ് മലക്കുൽ മൗത്ത് കടന്നു വരുന്നത് എന്നറിയില്ല. എപ്പോഴാണ് കടന്നു വന്നുകൊണ്ട് റൂഹ് പിടിക്കുന്നത് എന്നറിയില്ല. ഏത് സമയത്താണ് കൊണ്ടുപോകുന്നത് എന്നറിയില്ല. ഏത് സമയത്ത് മലക്കുൽ മൗത്ത് കടന്നു വന്നിട്ട് നമ്മുടെ ആത്മാവിനെ പിടിച്ചു കൊണ്ടുപോയാലും എന്റെ ചെറുപ്പക്കാരെ, എന്റെ പെങ്ങളെ, ഇന്നുള്ള ഈ ദിവസത്തിൽ നിറഞ്ഞ മനസ്സോടെ ഒന്ന് കാണാതെ പഠിക്കണമെന്ന് പറയുന്നില്ല. ഒന്ന് എഴുതിയെടുത്തിട്ട് പടച്ച റബ്ബേ, നമ്മളൊന്ന് അസ്ർ നിസ്കാരത്തിന് ശേഷം ചൊല്ലിപ്പോയ അല്ലാഹു സുബ്ഹാനഹു വ തആല റഖീബത്തീദ് അലൈഹിസ്സലാം അല്ലാഹുവേ വിളിച്ചിട്ട് പറയാണ്, അലൈഹിസ്സലാമിനെ വിളിച്ചിട്ട് പറയാ, അഹ്രിഖാ, നിങ്ങളവന്റെ പാപങ്ങൾ പൊറുക്കണേ. എന്റെ ഉമ്മമാരെ, നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുവാനാണ്. നമ്മൾ തെറ്റ് ചെയ്തില്ലെന്ന് പറയാ നമ്മളെ കൊണ്ട് കഴിയില്ല. നിസ്കരിച്ചിട്ട് പള്ളിയിൽ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോ ഒരാളെ കടന്നു വന്നിട്ട് വല്ലതും ചോദിച്ചു പോയാ എത്രയോ തെറ്റുകളാണ് നമ്മൾ പറഞ്ഞു പോകുന്നത്. എന്നാൽ എന്റെ ബാപ്പാ, നിറഞ്ഞ മനസ്സോട് കൂടിയിട്ട് ചൊല്ലിക്കോ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം അല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ഗഫാറുൽ ദംബി വസത്താറുൽ ഉയൂബി വഅതൂബു ഇലൈഹി തൗബത അബ്ദിൻ ളാലിമിൻ ലിനഫ്സിഹി ലാ യംലികു ദർറൻ വലാ നഫഅ വലാ മൗതൻ വലാ ഹയാത വലാ നുശൂറാ. ഒരു മിനിറ്റ് വേണ്ട എന്റെ വാപ്പമാരെ, കാണാതെ പഠിക്കാൻ ഞാൻ പറയണില്ല. ഒരു ശരി പേപ്പർ എടുത്ത് എഴുതി വെക്കുക. എന്റെ പൊന്നു പെങ്ങളെ, ഉമ്മമാരോട് സ്നേഹത്തോടെ പറയാ, നിങ്ങളൊക്കെ അള്ളാന്റെ നരകത്തിന്റെ ആൾക്കാരാണെന്നൊന്നും അല്ല ഞാൻ ഈ പറയുന്നത്. അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. ആമീന് പൈസ ഒന്നും കൊടുക്കണ്ട. അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. അള്ളാഹുവെ, ഇവിടെ ഇരിക്കുന്നവർ അറിഞ്ഞും അറിയാതെയും എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഈ പറയുന്ന ദിക്റിന്റെ മഹത്വം കൊണ്ട് നമ്മുടെ പാപങ്ങളൊക്കെ നീ മാച്ച് തരണേ റഹ്മാനെ. അല്ലാഹ് പറയാൻ, രണ്ടു മലക്കിനോടും പറയുന്നു, ആണിന്റെ പെണ്ണിന്റെ അവൻ ചെയ്ത കുറ്റങ്ങളൊക്കെ കൊണ്ട് മാച്ച് കളഞ്ഞ് ഇനി അവന്റെ കിതാബിൽ നന്മകൾ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. ഇനി അവന്റെ കിതാബിൽ, ഇനി ആ പെണ്ണിന്റെ കിതാബിൽ ഒരു തിന്മയും കണ്ടുകൂടാ, നന്മകൾ മാത്രമേ ഉണ്ടാകൂ. അതുകൊണ്ട് എല്ലാ പാപങ്ങളും മാച്ച് കളഞ്ഞേക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടുന്ന് പറയുകയാണ്. അല്ലാഹു ഒരുപാട് കിതാബുകൾ, പിന്നെ പരിശുദ്ധമാക്കപ്പെട്ട നിഹായത്തുൽ അമൽ എന്ന് പറയുന്ന കിതാബിൽ വളരെ വിശദമായിട്ട് ഇത് പറയുന്നുണ്ട്. അതെല്ലാം ഞാൻ വ്യക്തമാക്കുന്നില്ല. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അതിലേക്കൊന്നും പോയാൽ നമ്മുടെ വിഷയം പറഞ്ഞിട്ട് പൂർത്തീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട വാപ്പമാർ, ഉമ്മമാർ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്ക് ഈ ദിക്റിൽ എന്നെ വിളിച്ചോളൂ, ഞാൻ പറഞ്ഞു തരും ഇൻഷാ അല്ലാഹ്. അല്ലെങ്കിൽ മാനുസാനോട് ചോദിച്ചോളൂ, ഉസ്താദ് പറഞ്ഞു തരും. ഒരു കുഴപ്പവുമില്ല. നമ്മുടെ യാത്ര നമുക്ക് ധന്യമാകണ്ടേ? പാപങ്ങളില്ലാതെ, തിന്മകളില്ലാതെ, കുറ്റങ്ങളില്ലാതെ വിട പറഞ്ഞ് കടന്നു പോകണ്ടേ? അതുകൊണ്ട് ബാപ്പാ, ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരു വേള പ്രിയപ്പെട്ട സ്വഹാബത്തിനെ മുഴുവനും
വിളിക്കുകയാണ്. പടച്ചവനെ സ്വഹാബത്തിനെ വിളിച്ചിട്ട് പറയുന്നു, സ്വഹാബാ എല്ലാവരും പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്കൊന്ന് കടന്നു വരിക. എല്ലാ സ്വഹാബത്തും വരി വരിയായിട്ട് കടന്നു വരികയാണ്. അല്ലാഹുവേ, പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ചാരത്ത് സ്വഹാബത്ത് കടന്നിരിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മരുമകൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, സ്വഹാബാ ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറഞ്ഞു പോകുന്ന സമയമുണ്ടല്ലോ. വാപ്പയില്ലാതെ ഉമ്മയില്ലാതെ സഹോദരങ്ങളില്ലാതെ കൂടപ്പുറപ്പുകളില്ലാതെ കൂട്ടുകാരില്ലാതെ ബന്ധുമിത്രാദികളില്ലാതെ കടന്നു പോകുന്ന സമയമുണ്ടല്ലോ. ആ സമയത്തുള്ള യാത്ര ധന്യമാകാ ആഗ്രഹമുള്ളവരാരാണ് സ്വഹാബാ? പ്രിയപ്പെട്ട സ്വഹാബത്ത് മദീന പള്ളിയുടെ ചാരത്തിരുന്നിട്ട് പറയാ, അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മരുമകനാകുന്ന അലിയാര് തങ്ങളെ, നമ്മുടെ മനസ്സിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഏതെന്നറിയോ? പടച്ചവനെ, പ്രിയപ്പെട്ടവർ നമ്മുടെ ഖബറിന്റെ ഉള്ളിലേക്ക് വരൂലല്ലോ. എന്റെ പെങ്ങളെ, നമുക്ക് വേണ്ടി ഒരുപാട് പാടുപെട്ട വിദേശ രാജ്യത്ത് പോയി കിടന്നുകൊണ്ട് അറബിയുടെ ആട്ടും തുപ്പും കേട്ടിട്ട് പോലും തന്റെ പ്രിയപ്പെട്ട ഭാര്യ തന്റെ മക്കളെന്ന് പറഞ്ഞു ജീവൻ കൊടുത്തു പോയ ആ പ്രിയപ്പെട്ട ഭർത്താവ് പോലും കടന്നു വരാത്ത പച്ചമണ്ണാകുന്ന ഖബറുണ്ടല്ലോ. ആ പച്ചമണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോകുമ്പോ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കാൻ ആഗ്രഹമുള്ളവരാരാ? അല്ലാഹുവേ, നമ്മളവിടെ നിന്ന് മരിക്കാൻ കിടക്കുന്ന സമയമുണ്ടല്ലോ. അല്ലാഹുവേ, മരിക്കാൻ കിടക്കുന്ന സമയമുണ്ടല്ലോ. ബാപ്പാ, നമ്മുടെ മക്കള് കരയട്ടെ, നമ്മുടെ ഭാര്യ കരയട്ടെ, നമ്മുടെ സഹോദരങ്ങൾ കരയട്ടെ, നമ്മുടെ കൂട്ടുകുടുംബാദികൾ കരയട്ടെ, നമ്മുടെ ബന്ധുമിത്രാദികൾ കരയട്ടെ. ആര് കരഞ്ഞാലും എന്റെ പ്രിയമുള്ളവരെ, ലാഹികം മസ്റൂറാ, പുഞ്ചിരിച്ചിട്ട് മരിക്കണ്ടേ നമുക്ക്? നീ എത്ര വലിയ തിന്മകൾ ചെയ്യുന്ന ആളായാലും നമ്മൾ ചോദിക്കുമ്പോ എന്താ പറയാ? ഉസ്താദെ, മരിക്കണ സമയത്ത് പുഞ്ചിരിച്ച് തന്നെ മരിക്കണോന്നാണ്. അള്ളാഹു നമുക്ക് അങ്ങനെ മരിക്കാനുള്ള സൗഭാഗ്യം തരട്ടെ. അവരൊക്കെ പറയും, അള്ളാഹു നമുക്ക് അതിനുള്ള സൗഭാഗ്യം തരട്ടെ. ഞാൻ നിങ്ങളോട് അങ്ങോട്ട് കയർത്ത് സംസാരിക്കല്ല. ഈ കൂട്ടത്തിരിക്കുന്നവരുടെ വയസ്സുള്ള ഉപ്പ എനിക്കില്ലേ? ഞാനപ്പോ എന്റെ ഉപ്പാനോട് പറയും പോലെ, എന്റെ ഉമ്മയോട് പറയും പോലെ, എന്റെ സഹോദരനോട് പറയും പോലെ നമ്മളൊരു കുടുംബമായിട്ട് നമ്മളിപ്പോ ചർച്ച ചെയ്യാൻ നിങ്ങൾ മാത്രം മനസ്സുകൊണ്ട് കരുതിയാൽ മതി. ഞാനങ്ങ് ഈമാനിന്റെ അങ്ങ് അറ്റത്തുള്ള ഒരാളൊന്നുമല്ല. ഞാൻ നിങ്ങളൊക്കെ മനുഷ്യന്മാർക്ക് ഒരുപാട് 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 കുറവുകളുണ്ട്. അതിനുള്ള പരിഹാരം അള്ളാഹുവിന്റെ ദീന് പറയുന്നുണ്ട്. ഇല്ലേ? അള്ളാഹു എത്ര കാരുണ്യവാനാണ് അല്ലേ? അല്ലേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്താ അർത്ഥം? ബിസ്മില്ലാ, അള്ളാഹുവിന്റെ നാമത്തിൽ ഞാൻ ആരംഭിക്കുന്നു. അർ-റഹ്മാനി, ഈ ലോകത്ത് വെച്ച് വഴിപ്പെട്ടവർക്കും വഴിപ്പെടാത്തവർക്കും ഒരുപോലെ ഗുണം ചെയ്യുന്ന അല്ലാഹ്. അള്ളാന്റെ കരുണയാണ്. ഒരുപോലെ ഗുണം ചെയ്യുന്ന അല്ലാഹ് എന്ന് പറയുമ്പോ ഒരു വക്കത്ത് നിസ്കരിച്ചില്ല എന്ന് പറഞ്ഞ് നമുക്ക് ഭക്ഷണം കിട്ടാതിരിക്കുന്നുണ്ടോ? നമ്മുടെ സമ്പത്തിന് വല്ല കുറവുണ്ടോ? നമ്മുടെ കച്ചവടത്തിന് വല്ല കുറവുണ്ടോ? ഇല്ല. അള്ളാഹ് കരുണ ചെയ്യാൻ. എന്നാൽ ഇവിടെ ദുനിയാവിൽ ഒരുപോലെ ഗുണം ചെയ്യുന്ന അള്ളാഹുവിന്റെ നാമത്തിൽ, പക്ഷെ അർ-റഹീം, ഈ ലോകത്ത് വെച്ച് പടച്ചവനെ വഴിപ്പെട്ടവർക്ക് മാത്രം നാളെ പാരത്രിക ലോകത്ത് ഗുണം ചെയ്യുന്ന അള്ളാഹ്. ഇവിടെ രണ്ട് കൂട്ടർ അള്ളാഹു തആല എന്തേ രക്ഷപ്പെടുത്തും? അള്ളാഹുവിന്റെ ഒരുപാട് കരുണയുണ്ട്. അള്ളാഹുവിന്റെ കാരുണ്യം നാളെ മഹ്ശറയിൽ ലഭിക്കുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. അതൊക്കെ പറയും വാപ്പാരെ, ഇവിടെ അള്ളാഹിന്റെ റഹ്മത്തിന്റെ മാലാകന്മാരുണ്ട്. അവർ നമ്മളെ കാണാൻ മനസ്സറിഞ്ഞു പറഞ്ഞു, അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മളൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ആര് തങ്ങളോട് സഹാബത്ത് പറഞ്ഞു, അലിയേ, അള്ളാന്റെ ഹബീബിന്റെ മരുമകനാണ്, അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ചെയ്യണം കേട്ടോ, നമുക്കൊക്കെ മരിക്കുമ്പോ പുഞ്ചിരിച്ചിട്ട് മരിക്കണം, സന്തോഷത്തോടെ നമുക്ക് മരിക്കണം. അത് വേണം. നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളത് കേൾക്കും. നിങ്ങൾ പറഞ്ഞാൽ ഞങ്ങളത് കേൾക്കും. അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആല അൻഹു അവിടന്ന് പറഞ്ഞു കൊടുക്കുന്ന പ്രിയമുള്ള സ്വഹാബാ, ദുനിയാവിന്റെ പുറത്ത് കടന്നു പോകുമ്പോ പടച്ചവനെ, മലക്കുൽ മൗത്ത് കടന്നു വരുന്ന സമയമുണ്ടല്ലോ, നിങ്ങൾക്ക് പുഞ്ചിരിക്കാൻ ആഗ്രഹമുണ്ടോ? സ്വഹാബത്ത് ഒന്നടങ്കം പറഞ്ഞു, അലിയേ, ആഗ്രഹമില്ലാത്തവരാരാ?
അവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. അതുകൊണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങൾ പഠിച്ചോ, പടച്ചവനെ വിട പറയുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെട്ടു പോകാതെ നിങ്ങൾ സൂക്ഷിക്കലാണ് സ്വഹാബ. ഇന്നിവിടെ നിങ്ങൾ കടന്നിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പടച്ച റബ്ബ് ഖൽബിന്റെ ഉള്ളിൽ ഒരല്പമെങ്കിലും ഈമാൻ തന്നതുകൊണ്ടാണ്. ഇന്നിവിടെ നിങ്ങൾ വന്നിരിക്കുന്നതും ഞാൻ ഈ വാളു പറയുന്നതും നമ്മുടെ ഖൽബിന്റെ ഉള്ളിൽ അല്പമെങ്കിലും ഈമാൻ ഉള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നമ്മളിവിടെ വരൂല. ഉറപ്പല്ലേ? 100% ഉറപ്പാണ്. നമ്മുടെ ഉമ്മമാരുടെ, നമ്മുടെ ഉപ്പമാരുടെ, ചെറുപ്പക്കാരുടെ ഒക്കെ മനസ്സിൽ ഈമാനിന്റെ ഒരു അണുവെങ്കിലും ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവിടെ വന്നത്. ഇല്ലെങ്കിൽ വരില്ല. അവിടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുകയാണ്, അവിടെ ഉള്ള ഈമാൻ നഷ്ടപ്പെടുത്തി കളയാതിരുന്ന അൽഹംദുലില്ലാഹ് ദുനിയാവിന്റെ പുറത്തുനിന്ന് വിട പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയിട്ട് വിട പറഞ്ഞു മരിക്കാമെന്ന് പറയുമ്പോ പ്രിയപ്പെട്ട സ്വഹാബത്ത് ചോദിക്കുന്നു, അലിയേ അല്ലാഹുവേ, മനുഷ്യരാണ്, എപ്പോഴും അവിടെ നിന്ന് തെറ്റുകൾ സംഭവിച്ചു പോകാ, കുറ്റങ്ങൾ സംഭവിച്ചു പോകാ, അതുകൊണ്ട് എങ്ങനെ കാത്തു സൂക്ഷിക്കും അലിയേ? അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, അതിനല്ലേ സ്വഹാബ അല്ലാഹുവിന്റെ പരിശുദ്ധമായ പരിപാവനമായ പവിത്രമായ ഖുർആൻ, അതിന്റെ ഒരായത്തുണ്ടല്ലോ, ആ ഒരായത്ത് നിങ്ങൾ കിടന്നുറങ്ങുമ്പോ അവിടെ ഉളവെടുത്തുകൊണ്ട് വന്നിട്ട് പാതിരാത്രി കിടന്നുറങ്ങുമ്പോ മദീനത്തിന്റെ മണൽപരപ്പിന്റെ രാജകുമാരൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുള്ള ദിക്റുകളുണ്ടല്ലോ, ആ ദിക്റുകളൊക്കെ ചൊല്ലിക്കഴിഞ്ഞാൽ കിടക്കുന്നതിന് മുമ്പ് ഒരായത്ത് കൂടെ നിങ്ങൾ പതിവാക്കണം സ്വഹാബ. ഏതാണ് ആ ആയത്തെന്നറിയോ പൊന്നു പെങ്ങളെ? റബ്ബനാ ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. പടച്ചവനെ, അല്ലാഹുവിന്റെ ഖുർആനിന്റെ ആയത്താണ്. ബാപ്പാ, നമ്മുടെ കാലിന്ന് വേദനിക്കുകയാ, നമ്മുടെ ശരീരം ഇന്ന് വേദനിക്കുകയാണ്, നമ്മുടെ ഓരോ അവയവങ്ങളെല്ലാം അവിടുന്ന് റബ്ബേ അവിടുന്ന് കോട്ടം സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. പടച്ചവനെ, പാതിരാത്രി കിടന്നുറങ്ങുന്നതിന് മുമ്പ് അല്ലാഹുവേ, നമ്മൾ ഇന്നലെ നിസ്കരിച്ചവരാണ്, ഇന്നലെ ഖുർആനിന്റെ ഒരു പേജ് ഓതിയവരാണ്, ഒരു ജുസ് ഓതിയവരാണ്, ഒരു ഖത്ം ഓതിയവരാണ്, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സ്വതക്ക ചെയ്തവരാണ്. പടച്ചവൻ അല്ലാഹുവിന്റെ ദീനിന്റെ പ്രഭാഷണത്തിന്റെ സദസ്സില് ആവേശത്തോടെ ഓടിപ്പോയവരാണ് റബ്ബേ. അതുകൊണ്ട് അല്ലാ, എനിക്ക് നീ തന്നിട്ടുള്ള ഈമാനുണ്ടല്ലോ, അത് ഊരിക്കളയല്ലേ റബ്ബേ. സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു കടന്നു പോവുകയാണ്. എവിടെന്നറിയോ? അല്ലാഹുവേ, പരിശുദ്ധമായ മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്കാണ്. മസ്ജിദുൻ നബവിയുടെ ചാരത്തേക്കാ ചെല്ലുമ്പോഴാണ് അവിടെ ഒരാൾ നിന്നുകൊണ്ട് നിസ്കരിക്കുകയാണ്. ആ നിസ്കാരം എപ്പോഴാരംഭിച്ചതെന്നറിയോ? ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് ആരംഭിച്ചതാ. ഏതുവരെ? തഹജ്ജുദിന്റെ സമയം വരെ. ആ നിസ്കാരത്തിൽ ഒരേ ഒരായത്താ ഓതുന്നത്, റബ്ബനാ ലാ തുസ്ഇ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. പടച്ചവനെ, ആരാണ് ഈ ആയത്ത് ഓതിയിട്ട് കരയുന്ന എന്നറിയോ? അല്ലാഹുവേ, ജനിച്ചതിൽ പിന്നെ ഇതുവരെ കളവ് പറഞ്ഞിട്ടില്ലാത്ത അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഇസ്ലാമിന്റെ സ്വാതരമായ തീരത്തേക്കൊന്ന് കടന്നു വരുന്നതിന് മുമ്പ് പോലും അവിടുന്ന് കളവ് പറഞ്ഞിട്ടില്ലാത്ത അബൂബക്കറിന് സിദ്ദീഖ് തങ്ങളാണ്. അല്ലാഹുവേ, ദുനിയാവിലുള്ള മുഴുവൻ ആളുകളുടെ ഈമാനും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനും അപ്പുറവും ഇപ്പുറവും വെച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനാണല്ലോ
തൂക്കം കൂടുക. അങ്ങനെ ഉള്ള അബൂബക്കർ തങ്ങള് ഈ ആയത്തോതിയിട്ട് പൊട്ടിക്കരയുമ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സൊന്ന് പൊട്ടുകയാണ്. ഓടിപ്പോയിട്ട് ചോദിക്കും, അബൂബക്കറേ, ഇന്നലെ വരെ അവിടെ നിന്ന് നിസ്കരിക്കുന്നത് കണ്ടിട്ടുണ്ട്, അവിടെ നിന്ന് ഖുർആൻ ഓതുന്നത് കണ്ടിട്ടുണ്ട്, ഇന്നെന്തേ ഈ ഒരായത്ത് മാത്രം ഓതിയിട്ട് ഇതുപോലെ കരയുന്നത് ഒന്ന് പറയുവോ? ഒന്ന് പറയുകയാണ്, ഉമറേ, ഈ ദുനിയാവിന്റെ പുറത്തുനിന്ന് ചില ആളുകൾ മരിക്കുന്നത് എങ്ങനെന്നറിയോ? മുസ്ലിമായിട്ട് ജീവിച്ചിട്ട്, മുസ്ലിമായി ജനിച്ചു വന്നിട്ട് കാഫിറായി ഒന്നിനും കൊള്ളാത്തവനായി ചത്തുപോകുന്നുണ്ട്. ചില ആളുകൾ കാഫിറായി ജീവിച്ചിട്ട് കാഫിറായി തന്നെ ചത്തുപോകുന്നുണ്ട്. എന്നാൽ ചില ആളുകളോ മുസ്ലിമായി ജീവിച്ച് മുസ്ലിമായി തന്നെ വിട പറയുന്നുണ്ട്. അല്ലയോ ഉമറേ, എനിക്ക് പേടിയാ, എനിക്ക് പേടിയാ. എന്റെ അവസാനം എങ്ങനെയാണെന്നറിയില്ല. മുസ്ലിമായി തന്നെ ജീവിച്ചിട്ട് മുസ്ലിമായി തന്നെ മരിക്കാനാണ് ആഗ്രഹമുള്ളത്. അതുകൊണ്ട് എനിക്ക് പേടിയാണ്, അല്ലാഹുവേ പേടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അബൂബക്കർ തങ്ങൾ കരഞ്ഞിട്ട് പറയാ, പ്രിയപ്പെട്ട ഉമറേ, സമയം കളയണ്ട കേട്ടോ. പാതിരാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഈ ഒരായത്തോതിയിട്ടല്ലാതെ കിടക്കല്ലേ ഉമറേ, ഈ ഒരായത്തോതിയിട്ടല്ലാതെ കിടക്കരുത് ഉമറേ. കാരണം എന്തെന്നറിയോ? അല്ലാഹുമ്മ, അല്ലാഹുവേ, എന്റെ തമ്പുരാനെ, റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ, ലാ തുസിഉ ഖുലൂബനാ, അല്ലാഹുവേ, ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഊരിക്കളയില്ല അല്ലാ, ബഅദ ഇദ് ഹദൈതനാ. പടച്ചവനെ, നിസ്കരിക്കാനുള്ള ഈമാൻ തന്നല്ലോ, സ്വതക്ക ചെയ്യാനുള്ള ഈമാൻ തന്നല്ലോ, അല്ലാഹുവിന്റെ ദീനിന്റെ സദസ്സിലേക്കൊന്ന് കടന്നിരിക്കാനുള്ള ഈമാനികമായ ചിന്ത നമുക്ക് തന്നല്ല റബ്ബേ. അല്ലാഹുവേ, ഈ ഒരു ഈമാനികമായ ചിന്ത നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ തന്നിട്ട് ലാ തുസിഉ ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ. പടച്ചവനെ, ഊരിക്കളയല്ല അല്ലാ, ഈമാൻ നഷ്ടപ്പെടുത്തല്ലേ അല്ലാ, ഈമാനെ കളങ്കപ്പെടുത്തല്ലേ അല്ലാ. ഇന്നെന്റെ ശബ്ദം ശ്രവിക്കുന്ന എന്റെ പ്രിയപ്പെട്ട പൊന്നുമ്മമാരെ, എന്റെ പ്രിയപ്പെട്ട പൊന്നുപ്പമാരെ, എപ്പോഴാ ഷമീർ ദാരിമി പോകുന്ന എന്നറിയില്ല, എപ്പോഴാ ബാപ്പ നമ്മൾ പോകുന്ന എന്നറിയില്ല, എപ്പോഴാ പെങ്ങളെ നമ്മൾ പോകുന്ന എന്നറിയില്ല. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ ഇന്ന് മുതല്, ഇന്ന് പാതിരാത്രി മുതൽ പടച്ചവനെ കിടന്നുറങ്ങാനൊന്ന് കടന്നു പോകുമ്പോ ഈ ഒരായത്തോതാതെ കിടന്നുറങ്ങല്ലേ. ഇത് ഓതിയിട്ടാണ് കിടന്നുറങ്ങുന്നതെങ്കിലോ അല്ലാഹുവിന്റെ പടച്ചവന്റെ റഹ്മത്തിന്റെ മാലാഖമാരെ കാവൽ കിട്ടുമ്പോ അല്ലാഹികം മസ്റൂറാ. ഈ ഒരായത്തോടെ ഒരുപാട് സമയമൊന്നും വേണ്ട വാപ്പ, നിമിഷ നേരം മതി, ഒരു മിനിറ്റ് വേണ്ട. ഏതായാലും നമ്മൾ വാള് പറയാൻ, നമ്മളിവിടെ വന്നത് വാള് കേൾക്കാനാണ്. ഞാനിവിടെ നിന്ന് കുറെ അന്താരാഷ്ട്ര കാര്യങ്ങൾ പറഞ്ഞു. അവിടെ മുതൽ ഇങ്ങ് അറ്റം വരെയുള്ള കുറെ കാര്യങ്ങൾ ഞാൻ അങ്ങോട്ട് ചർച്ച ചെയ്യും. ബ്രിട്ടനും ഈജിപ്തും കൊടൈക്കനാലും അതൊക്കെ ഞാൻ ഇങ്ങനെ ചർച്ച ചെയ്തിട്ട് ഞാൻ എന്റെ പണിക്ക് പോയാൽ ഈ ഇരിക്കണം നിങ്ങൾക്കൊന്നും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടണം, എങ്കിലേ ഇതുകൊണ്ടൊരു ഒരു ഉപയോഗം ഉണ്ടാവുള്ളൂ. ഞാൻ അല്ലാതെ ഇങ്ങനെ പടക്കം പൊട്ടിക്കുമ്പോൾ കുറെ അങ്ങോട്ട് പറഞ്ഞങ്ങോട്ട് ഞാൻ പോയി, അത് പറ്റൂല. എന്തെങ്കിലും എന്റെ ഉപ്പമാരെ, എന്റെ ഉമ്മമാര് നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരണം. അള്ളാഹു നമുക്ക് അതിനുള്ള സൗഭാഗ്യം തരട്ടെ. നിങ്ങൾ ഉറക്കെ ആമീൻ പറയും. നിങ്ങളെ നല്ല ചൂട് സമയമാണ്, നിങ്ങളെ ഞാൻ ഇൻഷാ അല്ലാഹ് ഒരുപാടൊന്നും ഇരുത്തിയിട്ട് ബുദ്ധിമുട്ടിപ്പിക്കില്ല. അതുമല്ല നമുക്ക് ഒരുപാട് സമയം പറയാനുള്ള കപ്പാസിറ്റി ഇല്ല, അതിനുള്ള നമുക്ക് പെർമിഷനും ഇല്ല. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. വാപ്പമാർ ഉറക്കെ പറയും, അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. നിങ്ങളുടെ ആമീൻ കിട്ടുമ്പോഴാണ് നമുക്കൊരു സന്തോഷം ഉണ്ടാവും. അപ്പൊ എനിക്ക് മനസ്സിലാവും അൽഹംദുലില്ലാ എല്ലാവരും നല്ല ഉഷാറാണ്, സന്തോഷമാണ്. അള്ളാഹു നമുക്കൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാനുള്ള സൗഭാഗ്യം തരട്ടെ. അൽഹംദുലില്ലാ. നിങ്ങൾക്ക് പിന്നെ ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ലല്ലോ?
എന്തെങ്കിലും മിണ്ടാത്തതുണ്ടോ? ഇല്ല, അൽഹംദുലില്ലാ. അത് മതി, നമുക്ക് അത് മാത്രം കേട്ടാൽ. ദാ നിങ്ങൾ നോക്കി, നിങ്ങളുടെ മോനെ പോലെ കൊണ്ട് കരുതിയിട്ട് കൊണ്ട് കേട്ടാൽ മതി. നിങ്ങളുടെ മക്കൾ വല്ലതും പറയായിരുന്നു, നിങ്ങളത് കേൾക്കില്ലേ? അതുപോലെ കുറച്ചു നേരം, കുറച്ചു മതി. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹിന്റെ സ്വർഗത്തിന്റെ അഖിലുകാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മൾ നല്ല നിയ്യത്തോടുകൂടി കൊണ്ടുവരണം ഈ ഒരു ദുആ. അള്ളാഹിന്റെ ഖുർആനിലുള്ളതല്ലേ ഈ ഉള്ളത് ആയത്ത്. ഉമ്മമാരെ എഴുതിയെടുത്തിട്ട് നമ്മളെ മക്കളെ പഠിപ്പിക്കണം. നമ്മുടെ മക്കൾ അതൊക്കെ കേട്ട് പഠിച്ചു വരണം. നിങ്ങൾ ചൊല്ലുമ്പോഴാ നിങ്ങളുടെ മക്കൾ ചൊല്ലുന്നത്. ബാപ്പമാര് നിസ്കരിക്കുമ്പോ, ഉമ്മമാര് നിസ്കരിക്കുമ്പോ, അപ്പൊ ഈ കൊച്ചു കുട്ടികൾ അത് കണ്ടിട്ടാണ് പഠിക്കുന്നത്. ഉമ്മ ഒരു ദിക്ർ ചൊല്ലുമ്പോ ആ ദിക്ർ കണ്ടിട്ടാണ് ഈ മക്കള് ഉമ്മാന്റെ വായിൽ നിന്ന് ഇങ്ങനെ കേൾക്കുന്ന ദിക്റുകൾ ഇങ്ങനെ ചൊല്ലുന്നത്. ഉമ്മ ഒരു മദ്ഹ് പാട്ട് പാടുമ്പോഴാണ് ആ കുട്ടികളുടെ വായിലൂടെ മദ്ഹ് പാട്ട് വരുള്ളൂ. ഉമ്മ വേറെ വല്ലതും പറയുമ്പോഴാണ് ആദ്യത്തെ മദ്രസ ഉമ്മല്ല പെങ്ങളെ. നമ്മൾ എന്ത് ചെയ്യുന്നോ നമ്മുടെ വായി തന്നെ മക്കൾ നോക്കിയിരിക്കും. അതേപോലെ മക്കൾ വളരും. അതുകൊണ്ട് നമ്മുടെ അപ്പം പറയും, ഉസ്താദെ ഈ ഉപ്പമാർക്ക് യാതൊരു കടമയില്ലേ? വാപ്പമാർക്ക് ഒരുപാട് കടമകളുണ്ട്. ആ കടമ ഉണ്ടെന്നും പറഞ്ഞ് ഈ ഇരിക്കണ സാധുക്കൾ വീട്ടിലിരുന്നാല് മക്കളുടെ വായിലേക്ക് വല്ലതും കൊടുക്കണ്ടേ? അവരിവിടെ ഇരുന്നാൻ പറ്റുമോ? ഇല്ല. അപ്പൊ നമ്മൾ തന്നെ നമ്മുടെ മക്കളെ പൊന്നെ പോലെ വളർത്തണം. അമ്മമാരെ കുറ്റപ്പെടുത്തല്ല. അതുകൊണ്ട് അള്ളാഹു നമ്മുടെ മക്കളൊക്കെ സ്വാലിഹീങ്ങളായ മക്കളാക്കി മാറ്റട്ടെ. ഇതൊക്കെ പറഞ്ഞോളി ബാപ്പാരോ, ഈ ആമീനൊക്കെ ഒരു പവർ ഉണ്ട്. അള്ളാഹു നമ്മുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കട്ടെ. നമുക്ക് സമയമില്ല, പെട്ടെന്ന്. അപ്പൊ ഒന്നാമത്തെ ദുആ, ഒന്നാമത്തെ ദിക്ർ, ഒന്നാമത്തെ ആയത്ത് കിടന്നുറങ്ങുമ്പോ സന്തോഷത്തോടു കൂടി വിട പറയാൻ എന്റെ പ്രിയപ്പെട്ട ബാപ്പമാർ എന്ത് ചെയ്യണം? ഈ ദിക്ർ ചെറിയതാണ്. ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة إنك أنت الوهاب. ഈ ഒരായത്തോതുക. ഇത് കഴിഞ്ഞാൽ ഒരായത്തും കൂടെ പതിവാക്കണം നമ്മൾ. ഈ ഒരായത്തിന്റെ കൂടെ തന്നെ ഒരായത്തും കൂടെ നമ്മൾ ഓതിയാൽ അൽഹംദുലില്ലാഹ് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ മുഖത്തേക്ക് പുഞ്ചിരിയുടെ നോട്ടമായി കടന്നു വരും. അല്ലാഹു നമുക്ക് അതിനുള്ള സൗഭാഗ്യം തരട്ടെ. ഏതായത്ത്? റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ وترحمنا لنكونن من الخاسرين. അറിയാത്തവരാരുണ്ടാവൂല. പക്ഷെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു മാത്രമേ ഉള്ളൂ. നിങ്ങൾക്കെല്ലാം ഈ ദിക്റൊക്കെ അറിയാം. ഞാൻ ഈ പിന്നെ ഓതുന്ന ഖുർആനിന്റെ ആയത്തുകളൊക്കെ നിങ്ങൾക്കറിയാം. എന്നാലൊന്നും ഒരു ചെറിയൊരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ്. എന്തിനാ ഇങ്ങനെ ചൊല്ലുന്നു എന്നറിയോ? റബ്ബനാ ളലംനാ അൻഫുസനാ. ലോകത്തിന്റെ രാജകുമാരന്റെ മുമ്പിലേക്ക് പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തങ്ങൾ കടന്നു വരുമ്പോ പടച്ചവനെ ഒരു തെറ്റ് പോലും ചെയ്യാത്ത സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനോട് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു കൊടുത്തല്ലോ. സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, അവിടന്ന് കിടന്നുറങ്ങുമ്പോ തൗബ ചെയ്യാതെ കിടന്നുറങ്ങല്ലേ തങ്ങളെ. കിടന്നുറങ്ങുന്ന സമയത്ത് തൗബ ചെയ്യണമെന്നാണ്. എന്നാൽ ഏറ്റവും നല്ല തൗബ ഏതാ പെങ്ങളെ? നമ്മൾ ആദ്യം പറഞ്ഞ ആ ഒരായത്തെന്ന് കഴിഞ്ഞ ഇന്ന് പാതിരാത്രി മുതൽ കിടന്നുറങ്ങുമ്പോ നമ്മൾ ശമീർ ദാരിവയും നിങ്ങളും പതിവാക്കണം. റബ്ബനാ, ഞങ്ങളുടെ തമ്പുരാനെ, വലംനാ, ഞങ്ങൾ അല്ലാഹുവേ അക്രമം ചെയ്തവരാണ്. അല്ലാഹുവേ അൻഫുസനാ, ഞങ്ങളുടെ ശരീരങ്ങളോട് ഞങ്ങളുടെ കണ്ണുകൊണ്ട് തെറ്റുകൾ കണ്ടവരാണ്. നമ്മുടെ കാതുകൾ കൊണ്ട് തെറ്റുകൾ കേട്ടവരാണ്. നമ്മുടെ കൽബ് കൊണ്ട് ഒരുപാട് പാപങ്ങൾ നമ്മൾ ചിന്തിച്ചു കൂട്ടിയവരാണ്. നമ്മുടെ കൈ കൊണ്ട് തെറ്റുകൾ പിടിച്ചവരാണ്. നമ്മുടെ കാലുകൾ കൊണ്ട് തെറ്റിലേക്ക് നമ്മൾ കടന്നു പോയവരാ. അതുകൊണ്ട് അല്ലാഹ് വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ.
ഖാസിരീൻ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് പൊരുത്തപ്പെട്ട് തന്നിട്ടില്ലെങ്കിൽ, അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലാഹുവേ ഉലൈക മഅവാഹുമുൻ നാർ ബിമാ കാനൂ അല്ലാഹുവേ നിന്റെ നരകത്തിന്റെ പടുകുഴിയിലേക്ക് ഞങ്ങൾ കടന്നു പോകുമല്ലോ. അതുകൊണ്ട് അല്ലാഹ് ഞങ്ങൾ കിടന്നുറങ്ങാൻ പോവുകയാണ്. ഈ കിടത്തത്തിലാണോ മലക്കുൽ മൗത്ത് കടന്നു വന്നിട്ട് റൂഹ് പിടിക്കുന്ന എന്നറിയില്ല. ഈ ഒരു കിടത്തത്തിൽ അല്ലാഹുവേ റൂഹ് പിടിച്ച ഞങ്ങളുടെ പാപങ്ങൾ പൊരുത്തപ്പെട്ട് തരണേ പൊന്നാര ഉമ്മമാരെ ഇന്ന് മുതൽ പതിവാക്കണം. ആദ്യം ഞാൻ എന്റെ നഫ്സിനോട് പറഞ്ഞിട്ടോ, നമുക്ക് അള്ളാന്റെ സ്വർഗം തരട്ടെ. ആമീൻ പറഞ്ഞു. അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ, അള്ളാഹു നമുക്ക് സ്വർഗം തരട്ടെ. ഇവിടെ ഇരിക്കുന്ന നിങ്ങളെ പറ്റി എനിക്കറിയാം. ഈ ഉപ്പമാരെ കാണുമ്പോൾ എനിക്കറിയാം കൊളസ്ട്രോളും ഷുഗറും പ്രഷറും തുടങ്ങി കാൽമുട്ട് വേദനിക്കുന്നവർ, ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ തോന്നുന്നവർ ഒക്കെ ഈ സദസ്സിലുണ്ട്. ഒക്കെ എനിക്കറിയാം. അള്ളാഹുവേ നിന്റെ സദസ്സിൽ ഇരിക്കുന്നതിന്റെ പവർ കൊണ്ട് നിന്റെ സ്വർഗത്തിന്റെ ആനുകൂല്യം നീ കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ ഒരിക്കലും ഈ സദസ്സിൽ വന്നതുകൊണ്ട് റാഹിമായ അള്ളാഹ് മൂക്കിലൂടെ വായിലൂടെ ൂപിട്ടുകൊണ്ട് കിടന്നുറങ്ങുന്ന ഒരു അവസ്ഥ നീ വെക്കല്ലേ തമ്പുരാനെ. മുസ്തഫ മുഹമ്മദിൻ. അപ്പൊ രണ്ടാമത്തെ ദിക്റും ഇതൊന്ന് പറഞ്ഞു പോവാൻ. രണ്ടാമത്തെ ദിക്റും ഇതാണ്. ഈ രണ്ട് ആയത്തുകൾ നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയിട്ട് കിടക്കണം. നമ്മൾ ഉറങ്ങുന്നതിന് മുമ്പ് ഓതിയിട്ട് കിടക്കണം. ഇനി നമ്മൾ അങ്ങനെ കിടന്ന് ഉറങ്ങി എല്ലാം കഴിഞ്ഞു, നമ്മുടെ ഉറക്കത്തിൽ നിന്നും നമ്മൾ എഴുന്നേറ്റു. ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ദിക്റുകളൊക്കെ നമ്മൾ ചൊല്ലി. ഇനി ഒരായത്തും കൂടെ നമ്മൾ ഓതണം. ഇനി ഒരായത്തും കൂടെ എന്തിനെന്നറിയോ? ഈ രണ്ടായത്തോതി മരിക്കണ സമയം നമ്മുടെ യാത്ര ഏറ്റവും നല്ല കോലത്തിൽ പോകാൻ, പുഞ്ചിരിച്ചിട്ട് മരിക്കാൻ. 6 മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിൽ നേരം പോക്കാക്കുന്ന, കളിപ്പിക്കുന്ന, ചിരിപ്പിക്കുന്ന, രസിപ്പിക്കുന്ന മാലാഖമാര് കടന്നു വരാൻ ആദ്യം നമ്മൾ ഓതിയിട്ടുള്ള ആ രണ്ടായത്തുകൾ. എന്നാൽ എന്റെ പ്രിയപ്പെട്ട ഉപ്പമാരെ, ഉമ്മമാരെ, ഇനി നമ്മൾ ചെല്ലാൻ പോകുന്നത് ഏതായാലും നമ്മൾ നമ്മുടെ ഉറക്കത്തിൽ നിന്നും ഉണർന്നു. ഉറക്കത്തിൽ നിന്ന് നമ്മൾ ഉണർന്നു. ഇനി നമ്മുടെ മക്കളെ നമുക്ക് പോറ്റി വളർത്തണം, നമ്മുടെ ഭാര്യമാരെ നമുക്ക് നോക്കണം, നമ്മുടെ ചിലവിൽ കഴിയുന്ന നമ്മുടെ പാവപ്പെട്ട ഉമ്മയെ നമുക്ക് നോക്കണം, നമ്മുടെ ബാപ്പയെ നമുക്ക് നോക്കണം, നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് നോക്കണം. അപ്പൊ അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള സന്തോഷം നമുക്ക് കിട്ടിയേ പറ്റൂ. ഒരുപാട് കച്ചവടം ചെയ്യുന്നവർ, ബിസിനസ്സുകൾ ചെയ്യുന്നവരൊക്കെ ഈ ഒരായത്ത് എപ്പോഴും മനസ്സിൽ കൊണ്ടുവരേണ്ടുന്നതാണ്. അവരവരുടെ കച്ചവടത്തിൽ പോയിരിക്കുമ്പോ, കച്ചവടത്തിന് വേണ്ടി പോയിരിക്കുമ്പോ ഈ ഒരായത്ത് ഓതണം. ഏറ്റവും നല്ലതാണ്, ഏറ്റവും നല്ലതാ. നിങ്ങൾക്ക് അറിയാത്ത ഒന്നും ഞാൻ പറയണില്ല, നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താൻ. ഏതാണ് ആയത്തെന്നറിയോ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഇതറിയാത്ത ഒരാളില്ല. മിക്കുള്ള പള്ളിയിലെ ഉസ്താദുമാർ ഇങ്ങനെ ഓതും. അപ്പോഴൊക്കെ നിങ്ങൾക്ക് നല്ല ജോലി കിട്ടാൻ നല്ലൊരു കാരണം. പെങ്ങളെ, ഞാൻ നിങ്ങൾക്കൊരു ചരിത്രം പറഞ്ഞു തരാം. ഈ ഒരായത്തിന് ഒരുപാട് പവറുകളുണ്ട്. ബഹുമാനപ്പെട്ട ഉമ്മുൽ മുഅ്മിനീൻ ബീവി ആയിഷത്തു സിദ്ദീഖ. ഞാൻ പറഞ്ഞല്ലോ 2 മണിക്കൂറിന്റെ ഉള്ളിൽ അവസാനിപ്പിക്കും. പേടിയും പേടിക്കണ്ട, ഉറക്കൊന്ന് പറഞ്ഞാൽ മതി. ബീവി ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ ഒരു പെണ്ണ് വന്നു. പടച്ചവനെ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴാണ് ഒരു പെണ്ണ് കടന്നു വരുന്നത്. കരഞ്ഞു കലങ്ങുന്ന കണ്ണുകളോടെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സവിധത്തിൽ വന്നിട്ട് പറയുന്നു, അല്ലയോ പ്രിയപ്പെട്ട ആയിഷ, ഒരു പരാതി പറയാൻ വന്നതാണ്, ഒരു വേദന പറയാൻ വന്നതാണ്, ഒരു ദുഃഖം പറയാൻ വന്നതാണ്. മനസ്സ് വേദനിക്കുന്നു ആയിഷ, മനസ്സ് പൊട്ടുന്നല്ലോ ആയിഷ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിക്കുക, എന്തേ പറ്റിപ്പോയത്? ഒരുപാട് പ്രവാസികളായ നമ്മുടെ ഭർത്താക്കന്മാരുണ്ട് പെങ്ങളെ.
നിങ്ങൾ ഇതൊന്ന് പതിവാക്കിയാൽ ഇൻഷാ അല്ലാഹ് നാളെ അല്ലെങ്കിൽ ഒരാഴ്ചയുടെ ഉള്ളിൽ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളെ വിളിച്ചിട്ട് പറയും എന്താണെന്നറിയില്ല, നല്ല നല്ല സന്തോഷം, ഇപ്പൊ നല്ല കച്ചവടം കിട്ടുന്നുണ്ട്, എന്താണെന്നറിയില്ല, ഒരാഴ്ച ഉഷാറാന്ന് പറയും. നിങ്ങൾ മനസ്സ് വെച്ചാൽ മാത്രം, നിങ്ങൾ മനസ്സ് വെച്ചാൽ മാത്രം. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ അവിടെന്ന് ചോദിക്കുന്ന എന്താ വേദന? അവിടെന്ന് പറഞ്ഞു, ആയിഷ, എന്റെ പ്രിയപ്പെട്ടവൻ പാവപ്പെട്ടവനാട്, അല്ലാഹു നമുക്ക് 2 മക്കളെ തന്നിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട പൊന്നുമക്കളെ പോലും കാണാൻ പറ്റാത്ത തിരക്കെന്ന് പറയുമ്പോ എങ്ങനെയാണ് തിരക്കെന്നറിയോ? പടച്ചവനെ, സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കച്ചവടത്തിന് കടന്നു പോകുന്നതാ. തിരിച്ചു വരുന്ന എത്ര മണിക്കെന്നറിയോ? തിരിച്ചു വരുന്നത് പാതിരാത്രി മക്കളൊക്കെ ഉറങ്ങിക്കഴിഞ്ഞിട്ടാ. പ്രിയപ്പെട്ട മക്കൾ ഉറങ്ങിക്കഴിഞ്ഞിട്ടാ. ആയിഷ, പലവട്ടവും എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് അവിടെ നിന്ന് കടന്നു വന്നിട്ട് എന്നെ വിളിക്കുന്നു, പെണ്ണേ, നേരം വെളുത്ത് കടന്നു പോയിട്ട് ഇത്രയും നേരമായി, പക്ഷേ എന്റെ കച്ചവടത്തിൽ ഒന്നുപോലും വിറ്റുപോയിട്ടില്ല, ഒന്നിനും അവിടെ നിന്ന് ലാഭമില്ല, വിറ്റതുപോലും നട്ടത്തിലാണ് പെണ്ണേ എന്ന് പറഞ്ഞുകൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ഭർത്താവ് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞു കൊടുത്തിട്ട് പറയാ, ആയിഷ, നിങ്ങൾ ഉമ്മുൽ മുഅ്മിനീനാണ്, മുഅ്മിനുകളുടെ ഉമ്മയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രിയപ്പെട്ട മക്കൾ ഒരു വേദന അനുഭവിക്കുമ്പോ, ഒരു വിഷമം അനുഭവിക്കുമ്പോ അത് മാറ്റാനുള്ള മനക്കരുത്ത് ഉണ്ടല്ലോ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ നിറഞ്ഞ മനസ്സോടെ പറഞ്ഞു കൊടുക്കുകയാ, പൊന്നുമോളെ, നീ നിന്റെ വീട്ടിലേക്കൊന്ന് കടന്നു പോവുക, നിന്റെ വീട്ടിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോയാ, നീ നിന്റെ വീട്ടിന്റെ ഉള്ളിൽ കിടന്ന് ഉറങ്ങിയ പടച്ച റബ്ബ് ആ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കാൻ അല്ലാഹു നിനക്ക് അവസരം തന്ന, നീയും നിന്റെ ഭർത്താവും നിന്റെ പൊന്നുമക്കളും ചൊല്ലണമേതെന്നറിയോ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഈ ഒരായത്തോദനമെന്ന് പറയുമ്പോ അവിടുന്ന് പടച്ച റബ്ബേ പൊട്ടിക്കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരികയാ. അമ്മ പാതിരാത്രി വരെ കാത്തിരിക്കുന്നത് ആർക്ക് വേണ്ടിയെന്നറിയോ? തന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് വേണ്ടിയിട്ടാണ്. എന്റെ പെങ്ങളെ, ഭർത്താവ് കടന്നു വന്ന പാടെ പറഞ്ഞു, ഭർത്താവേ, ഞാൻ അവിടെ നിന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ചാരത്ത് പോയിട്ട് വന്നതാ. ആയിഷ ഉമ്മ നമുക്കൊരു കഥ പറഞ്ഞിട്ടുണ്ട്, ഒരായത്ത് പഠിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണർന്നാൽ, അത് ഓതിക്കഴിഞ്ഞാ നമ്മുടെ ജീവിതത്തില് അല്ലാഹു ഒരുപാട് ബറക്കത്തുകളും ആനുകൂല്യങ്ങളും തരുമെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞുവെന്ന് പറയുമ്പോ അവിടെ ആയത്ത് പറഞ്ഞു കൊടുക്കുകയാണ്. എന്റെ പൊന്നു പെങ്ങന്മാരെ, അവിടെ ഒരു മാസം കഴിഞ്ഞിട്ടില്ല, 7ാമത്തെ ദിവസമാകുമ്പോ വലിയ ഒരു പുതിയുമായിട്ട് കടന്നു വരികയാണ്. തന്റെ പ്രിയപ്പെട്ടവരുടെ മുമ്പിലേക്ക് ഭർത്താവ് കടന്നു വന്നു. എന്നിട്ട് പറയുന്ന, പെണ്ണേ, ഈ ഒരു പൊതിയുണ്ടല്ലോ, ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് സമ്മാനമായി കൊണ്ടു കൊടുക്കുവോ പൊന്നുമോളെ? പടച്ചവനെ, വേദനയോടുകൂടി ഈ പെണ്ണാ പൊതിയുമായിട്ട് വളരെയേറെ സന്തോഷത്തോടെ കടന്നു പോവുകയാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ സമക്ഷത്തിലേക്ക് ചെന്നിട്ട് പറയുന്നു, ആയിഷ, ഈ ഒരു പുതിയന്റെ പ്രിയപ്പെട്ട ഭർത്താവ് തന്നിവിട്ടതാണ്. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ആ പൊതി മേടിച്ചിട്ട് ചോദിച്ചു, അല്ല അല്ലാഹുവേ, കച്ചവടത്തിൽ ബറക്കത്തില്ലായിരുന്നല്ലോ, കച്ചവടമില്ലായിരുന്നല്ലോ, നഷ്ടങ്ങളായിരുന്നല്ലോ, അതിന്റെ പിന്നാലെ സന്തോഷങ്ങൾ കൊണ്ട് തന്നത് എന്തിനാണെന്നൊന്ന് പറയുവോ? അവിടെ പറയുന്നു, ആയിഷ, എനിക്ക് അല്ലാഹു 2 മക്കളെ തന്നിട്ടുണ്ട്. ആ പ്രിയപ്പെട്ട പൊന്നുമക്കൾ എഴുന്നേറ്റിട്ട് ചോദിക്കാറുണ്ട്, ഉമ്മ, ബാപ്പയെ കണ്ടിട്ടില്ലല്ലോ ഉമ്മ, എത്ര ദിവസമായി ഉമ്മ, ബാപ്പ വന്നിട്ടില്ലല്ലോ ഉമ്മ, എവിടെയാ ബാപ്പ? പക്ഷേ പാവപ്പെട്ടവനായ
ആയിഷ എല്ലാ ദിവസവും കടന്നു വരുന്നുണ്ട്. അവിടെ നിന്ന് കച്ചവടത്തിന് കടന്നു പോയിട്ട് ഒന്നും വിൽക്കാതെ വരുമ്പോ നേരം പാതിരാത്രിയാകുന്ന സമയം വരെ എന്റെ പ്രിയപ്പെട്ടവന് കാത്തു നിൽക്കാറുണ്ട്. കച്ചവടം നടക്കാറില്ല. ഇന്നെന്റെ ഭർത്താവ് അസറിന് മുമ്പ് വന്നതാ, അസറിന് മുമ്പ് വന്നതാ. എനിക്കത് കാണുമ്പോ മനസ്സിന് സന്തോഷമായി. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോട് കൂടിയിട്ട് പറയുമ്പോ ആ പെണ്ണിന്റെ കണ്ണുകൾ നിറയുകയാണ്. ഇന്നെന്റെ പൊന്നുമക്കൾ ഓടി വന്നിട്ട് എന്റെ പ്രിയപ്പെട്ടവനോട് ചോദിച്ചു പോവുകയാണ്, പാപ്പാ ഇത്രയും നാൾ എവിടെയാണ് പാപ്പാ? പടച്ചവനെ, കച്ചവടത്തിന് വേണ്ടി കടന്നു പോകുമ്പോ പ്രിയപ്പെട്ട പൊന്നുമക്കൾ ഉറങ്ങിക്കിടക്കും. ആ പൊന്നുമക്കളുടെ കവിൾത്തടങ്ങളിൽ മുത്തം കൊടുത്തിട്ട് കടന്നു പോകും. വരുന്ന സമയത്തും മക്കൾ ഉറങ്ങിക്കിടക്കും. വന്നിട്ടും ആ പൊന്നുമക്കൾക്ക് മുത്തം കൊടുക്കും. പൊന്നുമക്കളെ ഉണർത്താറില്ല. അങ്ങനെ ദിവസങ്ങൾ തള്ളി നീക്കിയതാ. ഇന്നെന്റെ ഭർത്താവിന്റെ കച്ചവടത്തില് അല്ലാഹു ഒരുപാട് ബറക്കത്ത് കൊടുത്തിട്ടുണ്ട്. ആയിഷ നേരത്തെ കച്ചവടം കഴിയുന്നു, കൊണ്ടുപോയതൊക്കെ വിറ്റഴിക്കുന്നു. പറഞ്ഞ കൂട്ടത്തിൽ പേഴ്സണലായിട്ട് നമ്പർ എടുത്തിട്ട് എന്റെ മൊബൈലിലേക്ക് മെസ്സേജ് അയച്ചു, ഉസ്താദേ ഞങ്ങൾ പാവപ്പെട്ട പ്രവാസികളാണ്, ഞങ്ങൾ വിഷമത്തിലാണ്, ഞങ്ങളുടെ കച്ചവടത്തിന് ലാഭങ്ങളില്ല, ഒന്ന് ദുആ ചെയ്യുവോ? അല്ലാഹുവേ, നമ്മുടെ പാവപ്പെട്ട പ്രവാസികൾ അവിടെ കണ്ണുനീരിൽ കഴിയുന്നവരുണ്ട്, വിഷമത്തിൽ കഴിയുന്നവരുണ്ട്, നൊമ്പരത്തിൽ കഴിയുന്നവരുണ്ട്. മക്കളെ കെട്ടിടിക്കല്ല, മക്കളെ കെട്ടിക്കണമെന്ന് പറഞ്ഞു പോയവരാണ്. ഇന്നവർക്ക് ഒരു ലാഭവുമില്ല. ഒരു വീട് വെക്കണമെന്ന് പറഞ്ഞിട്ട് പോയവരാ, ഒരു വീട് വെക്കാൻ കഴിഞ്ഞിട്ടില്ല. ഭാര്യയുടെ മക്കളുടെ ആഗ്രഹം സഫലീകരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല. പാവങ്ങളാ പെങ്ങളെ, നിങ്ങളെ കുറ്റപ്പെടുത്താൻ വന്നവനല്ല. പാവപ്പെട്ട പ്രവാസിയായ ഒരു ചെറുപ്പക്കാരൻ ഒരു വേള എയർപോർട്ടിൽ വെച്ച് എന്നോട് പറഞ്ഞതാണ്, ഉസ്താദേ കണ്ടപാട ചാരത്തേക്ക് വന്നു, വന്നിട്ട് കൈപിടിച്ച് മുസാഫഹത്ത് ചെയ്തു. ഞാൻ പറഞ്ഞു, എവിടെയാണ്? ഇന്ന സ്ഥലത്താ ഞാൻ താമസിക്കുന്നത്. അവിടെ നിന്ന് ഓടി വന്നിട്ട് പറഞ്ഞു, അതെന്റെ മകനാ. ഞാൻ അവനെ ചെന്നെടുക്കാൻ പോകുമ്പോ എന്റെ പൊന്നുമോൻ എന്റെ ചാരത്തേക്ക് വരുന്നില്ലല്ലോ. എങ്ങനെ വരാനാണ് ഉസ്താദേ? എന്റെ പ്രിയപ്പെട്ടവള് ഗർഭവതിയായിരിക്കുമ്പോ വിദേശത്ത് പോയവനാ. അവൻ എന്നെ കണ്ടിട്ടില്ല, അവൻ എന്റെ വർത്തമാനം കേട്ടിട്ടില്ല, അവൻ എന്റെ ചിരി കണ്ടിട്ടില്ല, അവനെ ഞാനും എടുത്തിട്ടില്ല. പിന്നെ എങ്ങനെ അവൻ വരാനാണ്? അവൻ എന്റെ അരികിൽ വരാതിരിക്കുമ്പോ അല്ലാഹുവേ, എയർപോർട്ടിൽ നിന്ന് കടന്നു വരുമ്പോ, ഫ്ലൈറ്റ് ഇറങ്ങുമ്പോ, ലഗേജൊക്കെ എടുത്തുകൊണ്ട് കടന്നു വരുമ്പോ എന്റെ പൊന്നുമോനെ ഒന്ന് വാരിപ്പുണഞ്ഞിട്ട് കവിൾ തടത്തിൽ മുത്തം കൊടുക്കണമെന്ന് പറഞ്ഞ് കടന്നു വന്നവനാ. പക്ഷേ രണ്ട് കൈ നീട്ടിയിട്ട് കുഞ്ഞുമോനെ വിളിച്ചിട്ട് അവൻ ഉമ്മാന്റെ മാറത്ത് പറ്റിയിരിക്കുന്നതല്ലാതെ അവൻ വരുന്നില്ലല്ലോ ഉസ്താദ്, അവൻ വരുന്നില്ലല്ലോ ഉസ്താദേ. ഉസ്താദേ, ഞാനിന്നി ഒന്ന് പറഞ്ഞോട്ടെ, ഞാനിന്നി നാട്ടിലേക്കൊന്ന് കടന്നു വരികയാണ്. 1 മാസമോ 2 മാസമോ 3 മാസമോ ഞാൻ എന്റെ വീട്ടിന്റെ ഉള്ളിൽ നിന്നാലോ എന്റെ പ്രിയപ്പെട്ട കുട്ടി ഞാനുമായിട്ട് അടുത്തു വരുമല്ലോ, കുറേശ്ശെ അടുക്കുമല്ലോ, പാപ്പാ എന്ന് വിളിക്കാനും ഒരുങ്ങുമല്ലോ. പിന്നെ അവൻ എന്റെ തോളത്തും ഇറങ്ങാത്ത അവസ്ഥയാകുമല്ലോ. 6 മാസം കഴിയുമ്പോ 3 മാസം കഴിയുമ്പോ എനിക്കെന്റെ ലീവ് തീരുവല്ലോ. ഞാൻ അങ്ങ് വിദേശത്തേക്കൊന്ന് ഫ്ലൈറ്റ് കയറിയാ എന്റെ പൊന്നു
പൊന്നുമോൻ എന്റെ പൂമുഖം മറക്കുമല്ലോ, അവനിക്ക് പിന്നെ എന്റെ വർത്തമാനം കേൾക്കാൻ കഴിയില്ലല്ലോ, അവനിക്ക് അവിടെ നിന്ന് കളിച്ചിരികളില്ലല്ലോ, തമാശകളില്ലല്ലോ, പിന്നെ ബാപ്പ എന്നുള്ള ഒരു ഓർമ്മ പോലും അവനിക്കില്ല. അവനെന്നതാ ബാപ്പ പിന്നെ ഒരു കൊല്ലമോ 2 കൊല്ലമോ കടന്നു വന്നാൽ അടച്ചവനെ പിന്നവൻ വലിയ ഒരടുപ്പമില്ല. അങ്ങനെ എത്രയാണ് ഉസ്താദേ പ്രവാസികളുടെ ജീവിതത്തിന്റെ നല്ല ഒരു ഭാഗം അവിടെ നിന്ന് റബ്ബേ കളഞ്ഞു പോകുന്നത്. അതുകൊണ്ട് ഉസ്താദേ പാവപ്പെട്ട പ്രവാസികൾക്ക് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞ് എത്രയോ പ്രിയപ്പെട്ട പ്രവാസികൾ പറയുന്നുണ്ട് പെങ്ങളെ. അതുകൊണ്ട് നിറഞ്ഞ മനസ്സോടെ സന്തോഷത്തോടെ എന്റെ ഉമ്മമാരെന്ന മനസ്സ് കൊടുത്തു. ഈ ഒരായത്ത് റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. നിസ്സാരം ചെറിയൊരായത്താണ് ഈ ഒരായത്ത്. എന്റെ ഉമ്മമാർ, എന്റെ ബാപ്പമാർ, എന്റെ സഹോദരങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവന്നാൽ അൽഹംദുലില്ലാ നമുക്കൊരു മാറ്റം ഉണ്ടാകും. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ എന്റെ പെങ്ങളെ ഈ 3 ആയത്ത് നമ്മൾ പതിവാക്കണം. ഏതുവരെ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു പോകുന്ന സമയം വരെ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ കാണുന്ന ഈ കസേരയുടെ എണ്ണം നോക്കിയിട്ട് വല്ലാഹി ഇന്ന് വരെ ഒരു സദസ്സിൽ ഷമീർ ദാരിമിയോടൊന്ന് വാളു പറഞ്ഞിട്ടില്ല. 2 പേരാണെങ്കിലും നിങ്ങൾക്ക് എന്നെ പറ്റി അറിയാം, 2 പേരാണെങ്കിലും ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ ആവിയിൽ എന്നുള്ള ഈ സ്ഥലത്തിന്റെ പ്രത്യേകത, നമ്മുടെ ഉമ്മമാർ അൽഹംദുലില്ലാ വളരെ ആക്റ്റീവാണ്. ഇവിടെ ഉള്ളവരൊക്കെ അധികം ആണുങ്ങളും പ്രവാസികളാണ് എന്നാണ് എന്റെ ഒരു അറിവ്. അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെ ജീവിതത്തിലും അല്ലാഹു തആല ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. ആമീൻ പറയ്. അല്ലാഹു തആല ബറക്കത്ത് പ്രദാനം ചെയ്യട്ടെ. അങ്ങനല്ലേ അല്ലേ? നിങ്ങൾ അങ്ങനെ പറയണേ, നിങ്ങൾക്ക് നല്ലതില്ലെങ്കിൽ രക്ഷപ്പെടാൻ പറ്റില്ല. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അപ്പൊ അതുകൊണ്ട് എന്റെ ഉമ്മമാരെ അൽഹംദുലില്ലാ നിങ്ങളൊക്കെ വളരെ ആക്റ്റീവാണ്. ഈ ഒരു ആയത്തോടൊന്ന് ചൊല്ലി അതിനേക്കാൾ ആക്റ്റീവ് ആവും. അള്ളാഹു തആല സന്തോഷവും സമാധാനവും ഖൈറും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ അതുകൊണ്ട് അവിടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ടവരെ നല്ല മനസ്സോടെ കേൾക്കണേ, ഈ 3 ആയത്തുകൾ പതിവാക്കണേ സ്വഹാബ. എന്നാൽ ലാഹികം മസ്റൂറ, വിട പറയുന്ന സമയത്ത് പുഞ്ചിരിച്ചിട്ട് മരിക്കാൻ പറ്റും. പുഞ്ചിരിച്ചിട്ട് മരിക്കാൻ പറ്റും. 100% 100% നമുക്ക് കൂടെ തരാണ്, ഗ്യാരണ്ടി തരാൻ. ഇത് ചൊല്ലിയതിന് ശേഷം വിട പറഞ്ഞ ഒരുപാട് സ്വഹാബത്തിന്റെ ചരിത്രങ്ങളുണ്ട്. അതിലേക്ക് ഞാൻ എത്തുന്നില്ല. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. ഇനി എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ മനസ്സിലാക്കണം. അതുകൊണ്ട് റബ്ബേ ഈ 3 ആയത്ത് ഞാൻ എന്റെ ജീവിതത്തിൽ കൊണ്ടുവരും. ഞാൻ ഷമീർ ദാരിമി എന്റെ ശരീരത്തിനോട്, എന്റെ നഫ്സിനോട് പറഞ്ഞു, നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഓതൂലേ? ഒന്ന് ഇൻഷാ അല്ലാഹ് പറയും. അള്ളാഹു നമുക്ക് അവരുടെ സൗഭാഗ്യം തരട്ടെ. നിങ്ങൾ ഒരാൾ ഓതിയാൽ എനിക്ക് നാളെ പറയാൻ പടച്ചോനെ, റബ്ബേ നമ്മൾ ആവിയിൽ ഇന്ന സ്ഥലത്ത് വന്നപ്പോ പ്രഭാഷണം നടത്തിയപ്പോ ഇവരൊക്കെ ചൊല്ലിയിട്ടുണ്ട്, അതിനുള്ള കൂലി എനിക്ക് തരാൻ പറഞ്ഞ് എനിക്ക് കിട്ടൂലേ? ചൊല്ലി നിങ്ങൾക്ക് കിട്ടൂലേ? അള്ളാഹു ഇരു കൂട്ടർക്കും അള്ളാഹുവിന്റെ സ്വർഗത്തിൽ കടക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് അലിയാർ തങ്ങൾ പറഞ്ഞു, നന്മകൾ ചെയ്തോ. لا دار للمرء بعد الموت يسكنها إلا التي وهي قبل الموت بانيها وإن بناها بخير طاب مسكنه وإن بناها بشر خاب بانيها وعمل لدار غدر رضوان خازنها والجار أحمد والرحمن ناشيها. അലിയാര് തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, അലിയേ ഞാൻ നല്ല സുന്ദരമായൊരു വീട് വെച്ചിട്ടുണ്ട്. ഇപ്പം പിന്നെ യമാനി ഉസ്താദ് വന്നിട്ട് ഉസ്താദ് ഞാൻ നല്ലൊരു കിടിലം വീട് വെച്ചു, നിങ്ങൾ ആ വീട്ടിലൊന്ന് വരണം, നിങ്ങൾ ഒരു 5 വരി കവിത നിങ്ങളുടെ കൈ കൊണ്ട് എഴുതി തരണം, അത് ഉഷാറ എന്ന് പറഞ്ഞ് ഞാൻ പോയിട്ട് എഴുതി കൊടുക്കൂലേ?
അള്ളാഹു നല്ലൊരു വീട് കൊടുക്കട്ടെ. ഇല്ലെങ്കിൽ ഇൻഷാല്ലാഹ് ഉഷാറാക്കി തരും. അള്ളാഹു നമുക്ക് സന്തോഷം നൽകി അനുഗ്രഹിക്കട്ടെ. അലിയാര് തങ്ങളുടെ മുമ്പിൽ വന്നിട്ട് പറയാൻ, അലിയെ നല്ല സുന്ദരമായ വീട് വെച്ചിട്ടുണ്ട്, നിങ്ങളുടെ കൈ കൊണ്ടൊരു 4 വരി കവിത എഴുതരാൻ. അലിയാർ നിങ്ങൾ പേനയെടുത്തു, പേപ്പർ എടുത്തു. ഇനിയിപ്പോ നിങ്ങൾ ചോദിക്കരുത് ഉസ്താദെ അന്ന് പേനയും പേപ്പറും ഉണ്ട്, ഇതിന് ബുഖാരിലെ ഹദീസിലുണ്ടെന്ന് വെച്ചാൽ പൊന്നാര വാപ്പാരെ ഞാൻ പെട്ടുപോകും. അന്നത്തെ കടലാസും പേന എടുത്തു, എന്നിട്ട് എഴുതി മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കൊരു വീടില്ല. ശ്രദ്ധിക്കണേ, മരണത്തിന് ശേഷം ജീവിക്കാൻ നിനക്കൊരു വീടില്ല. ഇല്ലല്ലതീ വഹിയ ഖബ്ലൽ മൗതി ബനിഹാ, മരണത്തിന് മുമ്പ് നീ പണിതിട്ടുള്ള വീടല്ലാതെ ഒരു വീട് നിനക്ക് മരണത്തിന് ശേഷം ജീവിക്കാനില്ല. നിങ്ങളൊന്ന് ചിന്തിക്കും, നമ്മൾ ഇവിടെ വെച്ചുണ്ടാക്കിയിട്ടുള്ള വീടാണോ? അല്ല. അൽഹംദുലില്ലാഹ് നല്ലൊരു വീട്, നല്ലൊരു വാഹനം, നല്ലൊരു ഭാര്യ, അത് വേണമെന്ന് പുണ്യ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, അതൊക്കെ ഓക്കെയാണ്. എന്നാലും നമ്മുടെ ഇവിടത്തെ വീടിന്റെ കഥയല്ല. മരണത്തിന് ശേഷം നിനക്ക് ജീവിക്കാൻ ഒരു വീടില്ല. ഇല്ലല്ലതീ വഹിയ ഖബ്ലൽ മൗതി ബനിഹാ, മരണത്തിന് മുമ്പ് നീ പണിതിട്ടുള്ള വീടല്ലാതെ അതെങ്ങനത്തെ വീടെന്നറിയോ? ഇന്നിവിടെ പ്രഭാഷണത്തിന്റെ സദസ്സിൽ പലരും അല്ലാഹുവേ വിദൂരത്തു മാറി നിൽക്കുമ്പോഴും ഈ പ്രഭാഷണത്തിന്റെ സദസ്സിലേക്ക് കടന്നിരുന്ന ബാപ്പമാരെ, പെങ്ങന്മാരെ, സഹോദരിമാരെ, ഇത് നാളത്തേക്കുള്ളൊരു വീടാണ്. അല്ലാഹുവേ, അള്ളാന്റെ ഹബീബിന്റെ പേര് കേൾക്കുമ്പോ ഉറക്ക സ്വലാത്തുകൾ ചൊല്ലിയല്ലോ, അത് നാളത്തേക്കുള്ള വീടാണ്. പടച്ചവനെ ആമീൻ പറഞ്ഞല്ലോ, ആമീൻ പറഞ്ഞല്ലോ. അത് നാളത്തേക്കുള്ള വീടാണ്. നന്മയുടെ വീടുകളാ നമ്മൾ ചെയ്യുന്നത്. എന്തിനേറെ പടച്ചവനെ, പള്ളിക്ക് വേണ്ടി അല്ലെങ്കിൽ മദ്രസയ്ക്ക് വേണ്ടി സ്ഥലമെടുക്കുമ്പോ ഇന്നലെ അതിനു വേണ്ടി കല്ലുകൾ കൊടുത്തവരെ, നമ്മുടെ വീടിന് നമ്മൾ സഹായിച്ചവരാണ്, ലക്ഷങ്ങൾ മുടക്കിയവരാ. അതിന്റെ ഒരു ഭാഗത്തിന്റെ ഒരംശം അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി കൊടുത്ത ബാപ്പ, അത് നാളത്തേക്കുള്ള വീടാ. وإن بناها بخير طاب مسكنه وإن بناها بشر خاب بانيها മരണത്തിന് മുമ്പ് നിങ്ങൾ പണിതിട്ടുള്ള വീട് അത് നന്മയുടെ വീടാണെങ്കിൽ അവരുടെ വീട് ഉഷാറാണ്. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഉള്ള സന്തോഷത്തിന്റെ വീട് അവിടെ നൽകും. വലിയൊരു മുത്ത്. ആ മുത്തിന്റെ ഉള്ളിൽ നിന്നാൽ വെളിയിലുള്ളത് മുഴുവനും കാണാം. ആ മുത്തിന്റെ ഉള്ളിൽ 40 കൊട്ടാരം, അതിനകത്ത് ഓരോ വൃക്ഷങ്ങളുണ്ട്. ആ വൃക്ഷങ്ങളിൽ അതിന്റെ ചുവടുകളിൽ ഒരുപാട് സ്വർണ്ണാഭരണങ്ങളുണ്ട്. അമ്മമാർക്കൊക്കെ ആവശ്യമുള്ള പോലെ, ഇഷ്ടം പോലെ, അവിടെ ഇനി ഭർത്താവിനോടൊന്നും പറയേണ്ട, ആവശ്യം പോലെ എടുക്കാൻ പറ്റും. അങ്ങനത്തെ സ്വർഗം അല്ലാഹു നമുക്ക് തരും ഇവിടെ വെച്ചുകൊണ്ട് നന്മകൾ ചെയ്താൽ. ഈ പ്രഭാഷണത്തിന്റെ സദസ്സിൽ നിങ്ങൾ ഇരിക്കുന്നത് ഒരു നന്മയാണ്. ഇവിടെ വെച്ച് ആമീൻ പറയുന്നത് ഒരു നന്മയാണ്. സ്വലാത്ത് ചൊല്ലുന്നത് ഒരു നന്മയാണ്. അല്ലാഹു ലഭിക്കുന്നവർ നമ്മളെ മുഴുവൻ അല്ലാഹു തആല ഉൾപ്പെടുത്തട്ടെ. ഞാൻ ഈ കൂടെ ദുആ ചെയ്യുന്നത് എന്തെന്നറിയോ? നിങ്ങൾ കാണുന്നില്ല, ഞാനും കാണുന്നില്ല, ലക്ഷക്കണക്കിന് മാലാഖമാര് സദസ്സിലുണ്ട്. ഇനി പോകുമ്പോ എന്തേണ്ട നിങ്ങൾ അന്വേഷിക്കണ്ട, എവിടെ ഉസ്താദ് അവരൊന്നും നമ്മൾ കണ്ടില്ല എന്ന് പറയണ്ട. ഉണ്ട്. അല്ലദീന യുമിനൂന ബിൽ ഗൈബ്, അദൃശ്യമായ കാര്യങ്ങൾ കൊണ്ട് വിശ്വസിക്കണം. അപ്പോഴേ ഈമാനിന്റെ ഒരു പൂർണ്ണത അങ്ങോട്ട് കിട്ടുള്ളൂ. ഖബറിന്റെ അദാബൊന്നും നമ്മളിപ്പോ കണ്ടിട്ടില്ല, അത് ഉണ്ട്, നമ്മൾ വിശ്വസിക്കണം. അള്ളാന്റെ റഹ്മത്തിന്റെ മാലാഖമാരുണ്ട്, അത് നമ്മൾ വിശ്വസിക്കണം. അപ്പോഴേ നമുക്ക് വിജയം ഉണ്ടാകുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇവിടെ വെച്ചുകൊണ്ട് പണിതിട്ടുള്ള വീടുണ്ടല്ലോ, അത് തിന്മയുടെ വീടാണോ? അല്ലാഹുവേ, അവന്റെ വാസസ്ഥലമുണ്ടല്ലോ, അത് പരാജയത്തിന്റെ പടുകുഴിയാണ്. ഇവിടെ വെച്ച് ഒരുപാട് എന്തിനാണ് ചങ്ങായി അവിടൊക്കെ പോയി? ഇപ്പൊ എല്ലാ ദിവസവും മൊയിലാക്കന്മാര് ഫുള്ള് വാള് തന്നെ. എനക്കല്ല ജോലിയില്ല, വേണം ഇങ്ങോട്ട് പോവാ, നമുക്ക് അവിടെ IPL നടക്കണം, അങ്ങോട്ടെല്ലാം പോയിരിക്കാം എന്ന് വിളിച്ചിട്ട് അങ്ങോട്ട് പോവാൻ. ഒരു നന്മയിലേക്ക് ഒരു മനുഷ്യൻ അടുപ്പിക്കില്ല. അങ്ങനത്തെ സ്വഭാവക്കാരായാൽ അവന്റെ വാസസ്ഥലം വല്ലാത്ത പരിതാപകരമാണ്.
وعمل لدار غدا رضوان خازنها والجار أحمد ورحمن ناشيها മോനെ അതുകൊണ്ട് വഅമൽ പാപ്പമാരെ നാളത്തേക്കുള്ള വീടിന് വേണ്ടി നിങ്ങൾ പരിശ്രമിച്ചോ. എങ്ങനെ ഉള്ള വീടെന്നറിയോ? അല്ലാഹുവിന്റെ മാലാഖ മലക്ക് റിദ്വാന് കാവൽ നിൽക്കുന്ന വീട്. അങ്ങനത്തെ വീടിന് വേണ്ടി പരിശ്രമിച്ചോ. ആ വീട്ടിൽ നമുക്കാരാണ് അയൽവാസിയായി കടന്നു വരുന്ന എന്നറിയോ? ഇവിടെ സ്വന്തം അയൽവാസിനെ അല്ലാഹുവേ നന്നാവുന്ന ഇഷ്ടമല്ല, അവനൊരു വാഹനം എടുക്കുന്ന ഇഷ്ടമല്ല, അവന്റെ ഭാര്യമൊത്തുകൊണ്ട് കുറച്ചു നേരം വീട്ടിന്റെ മുറ്റത്തിരുന്ന് സംസാരിക്കുന്ന ഇഷ്ടമല്ല. അങ്ങനത്തെ അയൽവാസിയല്ല. വൽജാറു അഹ്മദു റഹ്മാനു നാശിഹാ. അവിടെ അയൽവാസിയായി കിട്ടുന്നത് അല്ലാഹുവിന്റെ ഹബീബ് നബിയുന മുഹമ്മദുർ റസൂലുള്ളാഹി. ഉറക്കെ പറയും ബാബാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നാളത്തെ അയൽവാസിയാണ്. അത് മാത്രമല്ല വലഖാഹും നൽറതൻ വസുറൂറാ. അല്ലാഹുവിനെ പ്രകാശിക്കുന്ന മുഖത്തോടു കൂടി കാണാനും പറ്റും. റബ്ബേ, ഈ പാവപ്പെട്ട വാപ്പമാർ, ഉപ്പമാർ, ചെറുപ്പക്കാർ, ഉമ്മമാർ എല്ലാവർക്കും അല്ലാഹുവിനെ പ്രകാശിക്കുന്ന മുഖത്തോടെ കാണാനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ റഹ്മാനെ. അതിനുള്ള സൗഭാഗ്യം നീ കൊടുക്കണേ റഹ്മാനെ. വാപ്പ കഴിഞ്ഞില്ലേ, ഇന്നിവിടെ ഇങ്ങനെ നിൽക്കാണ് ഈ സാധു. നിങ്ങൾ നോക്കി, ഞാനും മൈക്കൊക്കെ ഏകദേശം ഒരുപോലല്ലേ ഉള്ളൂ. നിങ്ങളെ കണക്കുള്ള ആളുകളുടെ ആമീന്റെയും ദുആയുടെയും ഒറ്റ ബലത്തിൽ ഞാനൊക്കെ ഇതുപോലെ എല്ലാ ദിവസവും നിന്ന് പോണത്. ഇല്ലെങ്കിൽ ഈ ശരീരത്തിന് ഈ ഒരു ഓയിസൊന്നും ഉണ്ടാവൂല. പിന്നെ നമ്മുടെ പാവപ്പെട്ട മൈക്ക് സെറ്റ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്ത് തരും. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും, ഒന്നും കൂടി ഇങ്ങനെ പോണെന്നേ ഉള്ളൂ. അപ്പൊ ദുആക്ക് വലിയ ഉത്തരണ്ട് ഈ സദസ്സിൽ. അല്ലാഹുവേ, അല്ലാഹുവിനെ പ്രകാശിക്കുന്ന മുഖത്തോടെ കാണാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്കൊക്കെ നീ നൽകണേ റഹ്മാനെ. അപ്പൊ എന്റെ പ്രിയപ്പെട്ട വാപ്പമാരെ, നന്മകൾ ചെയ്യണം, നന്മകൾ ചെയ്തുകൊണ്ട് കടന്നു വരണം. ആ നന്മയിൽപ്പെടും നമ്മൾ ഈ പറഞ്ഞ ദിക്റുകൾ, ദുആകൾ, ശഅബാനിന്റെ ദുആ. ഇതൊക്കെ ഈ നന്മകൾ നാളത്തേക്കുള്ള വീട്. അവൻ പണിതിട്ടുള്ള വീട് നന്മകൾ. എന്തിന് നമ്മളെ കൊണ്ട് കഴിയില്ലേ? ഒരു ദിവസം ഒരു പേജ് ഖുർആൻ ഓതാൻ നമ്മളെ കൊണ്ട് ഏതായാലും പറ്റും ഇല്ലേ? ഒരു ദിവസം ഒരു പേജ് ഓതാൻ ഇല്ല. ഒരു കൊല്ലമായിട്ടും ഒരു ഖത്തം ഓതാത്ത എത്ര ആൾക്കാരുണ്ട് ഇല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കി. ഒരു കൊല്ലമായിട്ടും ഒരു ഖത്തം ഓതാത്ത എത്ര ആളുകളുണ്ട്? ഒരു ദിവസം ഒരു പേജ് ഓതിക്കൂടെ? എന്ന് നമുക്ക് രക്ഷപ്പെട്ടൂടെ? അള്ളാന്റെ അടുക്കൽ നമുക്ക് വിജയിച്ചൂടെ? അള്ളാന്റെ ഖുർആൻ ഓതാത്ത വീടിൽ 7 കാര്യങ്ങൾ കൊണ്ട് അല്ലാഹു തആല പരീക്ഷിക്കും. അതൊന്നും പറയാനുള്ള സമയമില്ല. അതുകൊണ്ട് അല്ലാഹുവേ, ഒരു ഫാത്തിഹയെങ്കിലും ഓതണം. അത് ഉസ്താദ് നമ്മളൊക്കെ ഓതാറുണ്ട്, അൽഹംദുലില്ലാഹ്, സന്തോഷാണ്. എന്നാൽ സൂറത്തുൽ വാഖിഅ ഓതണം, സൂറത്തുർ റഹ്മാൻ ഓതണം. അതൊക്കെ ഓതുമ്പോൾ ജീവിതത്തിൽ വല്ലാത്ത മാറ്റം അല്ലാഹു തആല തരും. അല്ലാഹു നമ്മയൊക്കെ രക്ഷപ്പെടുത്തട്ടെ. പണ്ടുള്ള വയസ്സായ ഉമ്മമാരൊക്കെ ഈ കൂട്ടത്തിലുണ്ട്. വയസ്സായ ഉമ്മമാർ, ബാപ്പമാരുണ്ട്. പണ്ടുള്ള ഉമ്മമാർക്കൊക്കെ എന്തായിരുന്നു? നന്നായിട്ട് അവര് പ്രസവിച്ചിരുന്നു, അവർക്ക് സന്തോഷമായിരുന്നു. അവർക്ക് വലിയ വലിയ രോഗങ്ങൾ, ക്യാൻസർ ഒക്കെ അധികരിച്ച് ഇന്നാണ് ഏറ്റവും കൂടുതൽ അറ്റാക്കും ക്യാൻസറും അധികരിച്ചത്. എന്തേ കാരണം? സന്ധ്യസമയത്ത് വീടിന്റെ ഉള്ളിൽ ഒരു നന്മയില്ല, ഒരു നന്മയില്ല. പണ്ടുള്ള ഉമ്മമാരൊക്കെ സന്ധ്യ സമയമായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അള്ളാന്റെ ഖുർആനോതും. ആ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ വളു എടുത്തിട്ട് മഗ്രിബിന് അങ്ങോട്ട് ഇരുന്നാല് പിന്നെ ഇശാ നിസ്കാരം കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നേക്കുള്ളൂ. ആ ഇരുത്തത്തില് ഉറപ്പാണ് 100%. നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് ഉമ്മമാർ നമുക്ക് പരിചയമുണ്ട്, വയസ്സായ വല്യമ്മമാര്. അതിൽപ്പെട്ട പലരും മരിച്ചു പോയിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമാക്കട്ടെ. നമ്മുടെ കുടുംബത്തിൽ വിട പറഞ്ഞു പോയവരുണ്ട്. അല്ലാഹു അവരുടെയൊക്കെ ഖബറിടങ്ങളെ സ്വർഗ്ഗത്തിന്റെ വീടാക്കട്ടെ. അവരൊക്കെ സന്ധ്യ സമയം യാസീൻ വൽ ഖുർആനിൽ ഹകീം ഇന്നക ലമിനൽ മുർസലീൻ അലാ സിറാത്തിൻ മുസ്തഖീം. അവർ നിറഞ്ഞ മനസ്സോടെ ഓതും. എന്നിട്ടോ മുഹീദിമാലോതും. കണ്ണീരും കഷ്ടമൊന്നും വെക്കണ്ട റബ്ബേ, എല്ലാം നീ ഇതിന്റെയൊക്കെ ബറക്കത്തുകൊണ്ട് തട്ടി മാറ്റണേ അല്ലാഹ്. അതുകൊണ്ട് പണ്ട് ഇവിടെ ഇരിക്കുന്ന വാപ്പാർക്ക് പണ്ട് ഇന്നുണ്ടാകുന്ന ഒരു വകയില്ലായിരുന്നു. അധികം ആളുകൾ ക്യാൻസർ ആയിട്ട് ഹോസ്പിറ്റലിന്റെ ഉള്ളിൽ ഇല്ലായിരുന്നു. ഇന്ന് പോയി നോക്കി, ഇതുമായി ബന്ധപ്പെട്ട് രോഗത്തിന്റെ എന്തെല്ലാം ഉണ്ടോ ആ പിന്നെ ഹോസ്പിറ്റലുകളിലൊക്കെ ഫുള്ളാണ്.
പണ്ടോ അധികം ഇല്ല. സംഭവം നമ്മൾ നന്മകൾ ചെയ്യുന്നില്ല. ഇവിടെ വെച്ചുകൊണ്ട് നന്മകൾ ചെയ്താൽ അവിടെയാ നമുക്ക് വിജയിക്കാൻ പറ്റുക. അതുകൊണ്ടാണ് അവിടെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പറഞ്ഞു കൊടുക്കുകയാണ്, നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന സ്വഹാബ, ഈ ദിക്ർ ചൊല്ലുന്നവെന്ന് മാത്രമല്ല, ഈ ദിക്ർ ചൊല്ലുന്നവെന്ന് മാത്രമല്ല, പ്രിയമുള്ളവരെ, മാതാവിന്റെ പിതാവിന്റെ കഥ പറയാതെ ഞാൻ ഇന്നവരെ അവസാനിപ്പിച്ചിട്ടില്ല. ഇതെല്ലാം ചൊല്ലുന്നതിനോടൊപ്പം പ്രിയപ്പെട്ട ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം കൂടെ വേടിക്കണേ. രണ്ടാമത്തെ കാര്യം അതാണ്, പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്. അതുകൊണ്ട് വളരെയേറെ നല്ല മനസ്സോടുകൂടി കടന്നു പോകണമെന്ന് അല്ലാ അലിയൻ കറമഹുല്ലാ ഈ ഒരായത്തൊക്കെ ഓതുന്നതിനോടൊപ്പം തന്നെ അതിനോടൊപ്പം നമ്മുടെ മാതാവിന്റെയും പിതാവിന്റെയും പൊരുത്തം കൂടെ ഉണ്ടാവും. എങ്കിലേ ഈ ഓതുന്നത് കൊണ്ട് ഒരു ബറക്കത്തുണ്ടാകും. അതിന് ഏത് വിഷയമാണെങ്കിലും, നമ്മുടെ നിസ്കാരാണെങ്കിലും നോമ്പാണെങ്കിലും സ്വതക്കയാണെങ്കിലും അള്ളാന്റെ ദീനിന്റെ സദസ്സിരിക്കുന്ന ഇതാണെങ്കിലും പോലും സ്വീകരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ വെറും നിസ്സാരമായി തള്ളിക്കളയുന്ന ഈ വയസ്സായ ആളുണ്ടല്ലോ, നമ്മുടെ ബാപ്പയും ഉമ്മയും, അവരുടെ പൊരുത്തം വേണം. എങ്കിൽ ഏത് കാര്യം അല്ലാഹു തആല സ്വീകരിക്കൂ. നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ പെങ്ങളെ സമയമില്ല, ഒരേ ഒരൊറ്റ കഥ, ഉമ്മമാരെ പറ്റി ഒരേ ഒരു കഥ പെട്ടെന്ന് പറഞ്ഞു പോകണം. അല്ലാ സയ്യിദുനാ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു വീട്ടിന്റെ ഉള്ളിൽ ഇരിക്കുമ്പോ ചുറുചുറുക്കുള്ള ഒരു ചെറുപ്പക്കാരൻ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ വരികയാണ്. എന്നിട്ട് പറയുന്നു, അബൂ തൽഹ, അബൂ തൽഹ, ഞാൻ ഒരു പരാതി പറയാൻ വന്നവനാണ്, ഒരു വിഷമം പറയാൻ വന്നവനാണ്, ഒരു ദുഃഖം പറയാൻ വന്നവനാണ്, ഒരു കണ്ണീര് പറയാൻ വന്നവനാ. എനിക്കൊരു വയോവൃദ്ധയായ ഉമ്മയുണ്ടല്ലോ, പക്ഷേ ഞാൻ ആ ഉമ്മാനെ എന്റെ വീട്ടിന്റെ ഉള്ളിൽ കിടത്തൂല്ല, അവിടെ നിന്ന് ഭക്ഷണം കൊടുക്കൂല. എന്ത് പറ്റിയെന്നറിയില്ല അബൂ തൽഹ, എന്റെ ഉമ്മയോട് എനിക്ക് സ്നേഹം വരുന്നില്ല. അതുകൊണ്ട് എനിക്ക് ഉമ്മയോട് സ്നേഹം വരണം. ഞാൻ എന്ത് ചെയ്യാനാണെന്ന് പറയുമ്പോ അബൂ തൽഹ റളിയല്ലാഹു അൻഹു ആ ചെറുപ്പക്കാരനോട് ഉമ്മയെ കൊണ്ടുവരാൻ പറഞ്ഞില്ല, ഉമ്മയെ എടുത്തിട്ട് വരാൻ പറഞ്ഞില്ല. അവിടെ അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്ത മറുപടി അറിയോ? മോനെ, കടന്നു പോകണം, ഈ നാട്ടിൽ കാണാൻ കൊള്ളാവുന്ന സുന്ദരിയായ ഒരു പെണ്ണുണ്ടല്ലോ, ആ സുന്ദരിയായ പെണ്ണിനെ കല്യാണം കഴിക്കണം. പടച്ചവനെ, ഉമ്മയെ സ്നേഹമില്ല എന്ന് പറഞ്ഞുകൊണ്ട് കടന്നുപോയ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹുവിന്റെ മുമ്പിൽ ചെന്ന ചെറുപ്പക്കാരനോട് അബൂ തൽഹ തങ്ങൾ പറഞ്ഞു കൊടുത്ത മറുപടി ആരെയും ആശ്ചര്യപ്പെടുത്തുന്നതാ. നീ പൊന്നുമോനെ, ഒരു നല്ല കാണാ സുന്ദരിയായ, ആര് കണ്ടാലും കൊതിച്ചു പോകുന്ന ഒരു തരുണീമണിയെ നീ നിക്കാഹ് ചെയ്യാനെന്ന് പറഞ്ഞു കൊടുക്കുമ്പോ കേട്ടപാട് കേൾക്കാത്ത പാതി ഇറങ്ങി ഓടുകയാണ്. അവിടെ നിന്ന് കല്യാണം കഴിച്ചു 6 മാസം കഴിഞ്ഞു. ഒരു വേള ഇവിടെ ഓടി വരികയാണ് അബൂ തൽഹ തങ്ങളുടെ മുമ്പിൽ. വേറെ ഒരു പരാതി പറയാനാണ് ഇന്ന് വന്നത്, വേറെ ഒരു പരാതിയും വിഷമവുമായിട്ടാണ്. പടച്ചവനെ, എന്റെ പെണ്ണ് ഗർഭവതിയാണ്, എന്റെ പെണ്ണ് ഗർഭവതിയാണ്, അവൾക്കൊന്ന് കിടക്കാൻ കഴിയുന്നില്ല, അവൾക്കൊന്ന് ഇരിക്കാൻ കഴിയുന്നില്ല, അവൾക്കൊന്ന് സംസാരിക്കാൻ കഴിയുന്നില്ല, ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല. അവളുടെ വേദന കാണുമ്പോ മനസ്സ് പൊട്ടുമ്പോ തങ്ങളെ, അവള് ഗർഭവതിയായതുകൊണ്ട് അവരുടെ വേദന മാറാൻ വല്ലതും പഠിപ്പിക്കാവോ? പടച്ചവനെ, അബൂ തൽഹ റളിയല്ലാഹു അൻഹു പറയാ, എഴുന്നേക്കടാ മുമ്പിൽ നിന്ന്, എഴുന്നേറ്റു പോടാ എന്റെ മുമ്പിൽ നിന്ന് എന്ന് പറയുമ്പോഴേക്ക് ചാടി എഴുന്നേക്കുകയാണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിനോട് ചോദിക്കും, അബൂ തൽഹ, നിങ്ങൾ പറഞ്ഞിട്ടല്ലേ കല്യാണം കഴിച്ചത്? ഉടൻ തന്നെ പറഞ്ഞു, മോനെ ശരിയാണ്. എന്തുകൊണ്ട്
എന്തുകൊണ്ടാ നിന്നോട് കല്യാണം കഴിക്കാൻ പറഞ്ഞെന്നറിയോ? നീയാകുന്ന മകനുണ്ടല്ലോ, നിന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ അകത്തട്ടില്, നിന്റെ ഉമ്മാന്റെ ഗർഭാശയത്തിന്റെ അകത്തട്ടില് 5 or 6 മാസം പ്രായമുള്ളപ്പോ നിന്റെ ബാപ്പച്ചി ലോകത്തോട് വിട പറഞ്ഞതാണ്. നിന്നെ ഗർഭം ചുമന്നുകൊണ്ട് നടക്കുമ്പോഴുണ്ടായ വേദനയുണ്ടല്ലോ, നൊമ്പരമുണ്ടല്ലോ, കണ്ണീരുണ്ടല്ലോ, കഷ്ടതയുണ്ടല്ലോ, അതൊക്കെ ഒരാളുടെ സഹായം പോലും ഇല്ലാതെ ഒറ്റയ്ക്ക് സഹിച്ചതും വേദന തിന്നതും നിന്റെ ഉമ്മയോ, നിന്റെ ഉമ്മയോട്. പൊന്നുമോനെ, ആ പ്രിയപ്പെട്ട ഉമ്മായെ ഇന്ന് നീയതാ പുറങ്കാല് കൊണ്ട് ചവിട്ടി തള്ളിയതാ. നിന്റെ പ്രിയപ്പെട്ടവൾക്ക് അവിടെ നിന്ന് ഗർഭത്തിന്റെ വേദന വന്നപ്പോ, കാല് വേദനിച്ചപ്പോ, ശരീരം വേദനിച്ചപ്പോ, മനസ്സ് പൊട്ടിയപ്പോ, കാല് നീരടിച്ചപ്പോ നീ ഓടി വന്നിട്ട് പരാതി പറഞ്ഞവനെ, ഇന്ന് നിന്റെ പെണ്ണിന് നീയൊരു തുണയാണ്, നീയൊരു കൂട്ടാണ്. എന്നാ അന്ന് നിന്റെ ഉമ്മാക്ക് ഒരാളും സഹായത്തിനില്ല, ഒരാളും സഹായത്തിനില്ല. അതുകൊണ്ട് കടന്നു പോടാ. ആദ്യം നിന്റെ ഉമ്മാനെ ചെന്നിട്ട് വാരിയെടുക്ക്, അവരുടെ കവിൽ തടത്തില് മുത്തം കൊടുക്ക്. പടച്ച റബ്ബേ, കേട്ടത് ശരിയാണെന്ന് പറഞ്ഞുകൊണ്ട് ഓടുകയാണ്. ഓടിച്ചെന്നിട്ട് കിടക്കുന്ന ഉമ്മാനെ ആദ്യം എടുത്തുകൊണ്ട് ശരീരമൊക്കെ കഴുകിയിട്ട് ശുദ്ധിയാക്കി. എന്നിട്ട് അബൂ തൽഹ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ പ്രിയപ്പെട്ട ഉമ്മയുമായിട്ട് കടന്നു വരുമ്പോ, അല്ലാഹുവേ, അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ചോദിച്ചു പോവുകയാണ്, ഉമ്മാ, ഈ മകനോട് വെറുപ്പുണ്ടോ? ഈ മകനോട് ദേഷ്യമുണ്ടോ? ഈ മകനോട് വൈരാഗ്യമുണ്ടോ? അവിടുന്ന് ഉമ്മ പറയുന്നു, തങ്ങളെ, ഇത്രയും നാളെനിക്ക് ഭക്ഷണം തന്നില്ലെങ്കിൽ എന്താണ്, എന്റെ മലമൂത്ര വിസർജനം എടുത്തിട്ടില്ലെങ്കിൽ എന്താണ്, എനിക്കൊരു നല്ല വസ്ത്രം തന്നിട്ടില്ലെങ്കിൽ എന്താണ്, അവൻ കുട്ടിയല്ലേ, അവൻ കുട്ടിയല്ലേ, കുട്ടിയല്ലേ, അവൻ പാവപ്പെട്ടവനാണ്, അവനെ എനിക്കിഷ്ടമാണ്, അവനെ എനിക്കിഷ്ടമാണ്, ഇഷ്ടമാണ്, ഇഷ്ടമാണ്. അതുകൊണ്ട് എന്റെ പൊന്നുമോന് നന്മ വരാ ദുആ ചെയ്യണം. ചെറുപ്പക്കാരാ, നമ്മളെത്ര വെറുപ്പിച്ചാലും, നമ്മളെത്ര ചീത്ത വിളിച്ചാലും, നമ്മളെത്ര കുറ്റപ്പെടുത്തിയാലും, നമ്മളെത്ര കളിയാക്കിയാലും, ആ ഉമ്മാന്റെ വയറ്റത്ത് നമ്മൾ കിടന്ന വയറ്റത്ത് കാലുകൊണ്ട് ചവിട്ടിയാലും ആ സമയം പോലും ആ പാവപ്പെട്ട ഉമ്മ ചോദിക്കുന്നത്, പൊന്നുമോനെ, നിന്റെ കാല് വേദനിച്ചോ എന്നാണ്. ആ ഉമ്മയുടെ വയറ് വേദനിച്ചിട്ടുണ്ടെന്നല്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരെ, അവിടെ നിന്ന് പറയുന്ന, മോനെ, നിന്റെ ഉമ്മയോടുള്ള മഹബത്തും സ്നേഹവും നിനക്ക് കടന്നു വരണോ? നീ ഒരു കല്യാണം കഴിക്കണം. ആ കല്യാണം കഴിക്കുമ്പോ നിന്റെ ഭാര്യക്കുണ്ടാവുന്ന വേദന, അവൾക്കുണ്ടാവുന്ന ദുഃഖങ്ങള്, അവൾക്കുണ്ടാവുന്ന കണ്ണുനീര്, അവൾക്കുണ്ടാവുന്ന പരാതികള്, അവൾക്കുണ്ടാവുന്ന കഷ്ടപ്പാട്, ആ കഷ്ടപ്പാടും ആ ദുഃഖമാ നിന്റെ ഉമ്മയോട് നിനക്ക് സ്നേഹം കടന്നു വരാനുള്ള കാരണമെന്ന് സുബ്ഹാനല്ലാഹ് സയ്യിദുനാ അബൂ തൽഹ സയ്യിദുനാ അബൂ തൽഹ റളിയല്ലാഹു തആല. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ രണ്ട് മാതാവിന്റെ, നമുക്ക് നല്ലതുപോലെ മരിക്കാനും പടച്ചവന്റെ മുമ്പിൽ ഈ ഇബാദത്തുകളൊക്കെ അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം നമുക്ക് വേണം. മുക്കാലൊരു സമയം, പിന്നെ വെറും 1/4 മണിക്കൂറേ ഉള്ളൂ. അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ, ഒരാളെയും കുറ്റപ്പെടുത്തല്ലേ. അൽഹംദുലില്ലാഹ്, എനിക്ക് നിങ്ങൾ ഇഷ്ടായെന്ന് പറഞ്ഞാല് ഈ വന്നത് ഇരുത്ത് നിങ്ങൾ ഇരുന്നല്ലോ. ഒരുപാട് വയസ്സായ വാപ്പാറുണ്ട്. പടച്ച റബ്ബേ, എന്ത് രോഗമാണെങ്കിലും ഈ സദസ്സിൽ ഇരുന്നതിന്റെ പവർ കൊണ്ട് നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. ഒക്കെ പറയും വാപ്പാര് 15 മിനിറ്റോടെ ഇൻഷാ അല്ലാഹ് നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. കണ്ണീരും വിഷമങ്ങളൊക്കെ നീ മാറ്റിക്കൊടുക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെ ഇരിക്കുന്നവരിൽ ഒരുപാട് 100 നീറുന്ന പ്രയാസങ്ങൾ മനസ്സിലുള്ളവരുണ്ട്. എല്ലാ പ്രയാസങ്ങൾക്കും നീ ഒരു പരിഹാരം കണ്ടെത്തി കൊടുക്കണേ റബ്ബേ, ബിഹഖിൻ നബി മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ഞാൻ ചുരുക്കി വരാണ്. ഒന്ന് നമ്മൾ ഈ പറഞ്ഞ ദിക്ർ ആവർത്തിച്ചു പറയുന്നത് നിങ്ങൾ ആവർത്തന വിരക്തിയാണ് എന്ന് പറയാനല്ല, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറയാൻ. 2 മാതാവിന്റെ പിതാവിന്റെ പൊരുത്തം വേണം. നിങ്ങൾക്കറിയാം, എന്റെ വാദ് കേൾക്കുന്നവർക്കൊക്കെ ഞാൻ ഒരുപാട് വാദ് പറഞ്ഞത് ഉമ്മയെയും ബാപ്പയും പറ്റിയാണ്. ഇപ്പൊ അടുത്ത് ഉപ്പ എന്നുള്ളൊരു വിഷയം മാത്രം ഞാൻ അൽഹംദുലില്ലാഹ് ചർച്ച ചെയ്തിട്ടുണ്ട്.
യൂട്യൂബിലൊക്കെ അത് കിടപ്പുണ്ട്. ഉപ്പ എന്നുള്ള വിഷയം മാത്രം. ഉമ്മാനും ബാപ്പാനും പറ്റിയിട്ട് എത്ര വാത് പറഞ്ഞാലും നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല, അത് പറഞ്ഞിട്ട് പൂർത്തീകരിക്കാനും കഴിയില്ല. അത്രയും സ്നേഹമുള്ളവരാ അല്ലേ, അത്രയും ആനന്ദവും സന്തോഷവും ഉള്ളവരാണ് നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയും ഉമ്മയും. അല്ലാഹുവേ, വിട പറഞ്ഞു പോയവരുടെ ഖബറിടങ്ങൾ സ്വർഗ്ഗത്തിന്റെ പൂങ്കാവനമാക്കണേ അല്ലാഹ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മൂന്നാമതായി അവസാനമായിട്ട് അലിയാരങ്ങൾ പറഞ്ഞു, ഇവിടെ നിങ്ങൾ ആ ദിക്ർ ചൊല്ലി ഉമ്മയുടെ ബാപ്പയുടെ പൊരുത്തം ചോദിച്ചു. ഇനി ഒരു കാര്യം കൂടെ മനസ്സിൽ വേണം, നിങ്ങൾ ഈ ലോകത്ത് നിന്ന് പെട്ടെന്ന് വിട പറയുമെന്നുള്ള ചിന്തയും കൂടെ നിങ്ങളുടെ മനസ്സിന്റെ ഉള്ളിൽ വേണം. അപ്പോഴേ നിങ്ങൾക്ക് നന്മകൾ ചെയ്യാൻ പറ്റൂ. നിങ്ങൾ നാളെ ഇല്ല എന്നൊരു ഉറപ്പ് നിങ്ങളുടെ മനസ്സിൽ വരുമ്പോഴാണ് ഈ സദസ്സിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇരിക്കാൻ പറ്റുള്ളൂ. ഷമീർ ദാരിമി ഇവിടെ വന്നുകൊണ്ട് വഅദ് പറയുമ്പോ, ഞാൻ എന്റെ വഅദിന് ഒരു ഇഖ്ലാസ് വേണമെങ്കിൽ ഞാൻ എന്റെ മനസ്സുകൊണ്ട് കരുതണം, പടച്ചവനെ നാളെ ചാവക്കാട് തൃശ്ശൂർ ജില്ലയിൽ അവിടെ പോയിട്ട് എനിക്ക് പ്രഭാഷണം നടത്താൻ കഴിയില്ല, ഇതിന്റെ അവസാനത്തെ പ്രഭാഷണമാണ് എന്ന് ഞാൻ മനസ്സുകൊണ്ട് കരുതേണ്ടുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഓരോരുത്തരും ഉമ്മമാരും മക്കൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ, റബ്ബേ ഇനി എന്റെ കുട്ടിക്ക് ഞാൻ ഇനി കൊടുക്കാനില്ല. ഓരോ വക്കത്ത് നിസ്കരിക്കുമ്പോ, റബ്ബേ അടുത്ത വക്കത്ത് ഞാൻ ഇല്ല. ഒരു സ്വതക്ക ചെയ്യുമ്പോ, റബ്ബേ എന്നും കൂടെ പറ്റും, ഞാൻ ഇനി ഇല്ല. ഈ ഒരു ഇത് പറയുമ്പോഴാണ്, ചിന്തിക്കുമ്പോഴാ നമുക്ക് നന്മകൾ ചെയ്യാൻ കഴിയുള്ളൂ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള ഉപ്പമാർ, ഉമ്മമാര് മുഴുവനും മരണത്തെപ്പറ്റി ഓർത്തുകൊണ്ട് കടന്നു വരണമെന്നാണ്. ഇന്ന് മരിക്കുവോ നാളെ മരിക്കുവോ എന്നറിയില്ലല്ലോ ബാപ്പാ. ദുനിയാവിന്റെ പുറത്തുകൂടെ കടന്നു പോകുമ്പോൾ പടച്ചവനെ, എത്രയോ പ്രിയപ്പെട്ട ചെറുപ്പക്കാര് വിട പറഞ്ഞു പോയി. എന്റെ പൊന്നുമോനെ, നിങ്ങളെപ്പോലെ മസിൽ പവർ ഉണ്ടായിരുന്ന, നിങ്ങളെപ്പോലെ തടിമെടുക്കുണ്ടായിരുന്ന, നിങ്ങളെപ്പോലെ എല്ലാത്തിനും ഓടിച്ചാടി നടന്നിരുന്ന എത്രയോ പ്രിയപ്പെട്ട 20 വയസ്സുള്ള 26 വയസ്സുള്ള 30 വയസ്സുള്ള പ്രിയപ്പെട്ട ചുറുചുറുക്കുള്ള ചെറുപ്പക്കാര്, അല്ലാഹുവേ വിട പറഞ്ഞിട്ട് പച്ച മണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലാ ചെറുപ്പക്കാരോ. ഇന്ന് ആരാ ഓർത്തു പോകുന്നത്? എത്രയോ പ്രിയപ്പെട്ട കൂട്ടുകാരുടെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് പള്ളിപ്പറമ്പിൽ വെച്ചിട്ട് പിരിയുമ്പോഴും എന്റെ പൊന്നു പാപ്പമാരെ, നമ്മളെപ്പോലെ വയസ്സായിട്ടുള്ള, നമ്മളെപ്പോലെ 40, 50, 60 വയസ്സായവരുടെ മയ്യത്ത് കൊണ്ടുവന്നിട്ട് പള്ളിപ്പറമ്പിൽ വെച്ചിട്ട് കടന്നു വരുമ്പോഴും, റബ്ബേ അടുത്ത ഇനി പള്ളിപ്പറമ്പില് ഈ കബറിന്റെ ചാരത്തി എന്റെ കബറാകുവോ ഒരുങ്ങുക, എന്റെ പൊന്നുമോന്റെ ആയിരിക്കുവോ ഒരുങ്ങുക, എന്റെ പ്രിയപ്പെട്ടവരുടെ ആയിരിക്കുവോ ഒരുങ്ങുക എന്ന് പറയാ കഴിയുവോ ചെറുപ്പക്കാരാ? ഇല്ലല്ല ബാപ്പമാരെ, ഇല്ല ഇല്ല. എത്രയോ കൊച്ചുമക്കൾ, 2 വയസ്സുള്ള 3 വയസ്സുള്ള 4 വയസ്സുള്ള മക്കള്, ഉമ്മയുടെ കൂടെ കിടന്നിരുന്ന പൊന്നുമക്കള് ലോകത്തോട് വിട പറഞ്ഞല്ലോ. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണത്തെ പടച്ചപ്പോ ആ മരണം പടച്ചവന്റെ മുമ്പിലേക്ക് വന്നിട്ട് പറയുന്നു, റബ്ബേ ദുനിയാവിലേക്ക് നോക്കിയിട്ട് എനിക്കൊന്ന് സംസാരിക്കാൻ അവസരം തരുവോ? പടച്ചവനെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവിലേക്ക് നോക്കിയിട്ട് സംസാരിക്കാൻ മരണത്തിനവിടം അവകാശം കൊടുക്കുമ്പോ, മരണം ആകാശ ലോകത്തുനിന്ന് ദുനിയാവിലേക്ക് നോക്കിയിട്ട് പറയാ, അന ഉഫർരിഖു ബൈന കുല്ലി ഹബീബ്. പടച്ചവനെ, ഒരുപോലെ തോളിൽ കൈയിട്ട് കൊണ്ട് നടന്നിരുന്ന പ്രിയപ്പെട്ട കൂട്ടുകാരുണ്ടല്ലോ, ആ കൂട്ടുകാരുടെ ഇടയിൽ വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാൻ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് പറയാ. പിന്നെ മരണം വിളിക്കുന്നത് വഉഫർരിഖു ബൈന സൗജി വസൗജാ. ഭാര്യയും ഭർത്താവും ഒരേ കട്ടിലിൽ കിടക്കുകയാണ്. ആ പ്രിയപ്പെട്ട ഭാര്യ അറിയാതെ ഭർത്താവ് അറിയാതെ ഭാര്യയുടെ റൂഹിനെ പിടിക്കുന്ന മരണമാണ് ഞാൻ. ഈ തൊട്ടടുത്ത് പോലും നമ്മൾ വായിച്ചല്ലോ. പടച്ച റബ്ബേ, എയർപോർട്ടിൽ നിന്ന് കടന്നു വന്ന പ്രിയപ്പെട്ടവളുമായി സന്തോഷത്തിലൂടെ വർത്തമാനം കടന്നിട്ട് വർത്തമാനം പറഞ്ഞ് അന്ന് വന്ന് കിടന്നുറങ്ങിയതാണ്. നേരം വെളുത്തിട്ട് പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിക്കുമ്പോ, അല്ലാഹുവേ ഭർത്താവ് അനങ്ങുന്നില്ലല്ലോ, ഭർത്താവ് സംസാരിക്കുന്നില്ലല്ലോ. അവിടുന്ന് കൊണ്ടുവന്ന പെട്ടികളൊക്കെ ഇങ്ങനെ മാറ്റി വെച്ചിരിക്കുകയാണ്. പ്രിയപ്പെട്ട പൊന്നുമക്കള് ബാപ്പച്ചു കൊണ്ടുവന്ന പെട്ടി പൊട്ടിക്കാൻ കാത്തിരിക്കുകയാണ്. അവിടുന്ന് ബാപ്പയാകുന്ന ചെറുപ്പക്കാരൻ പറഞ്ഞു, മക്കളെ ബാപ്പയ്ക്ക് നല്ല ക്ഷീണമുണ്ട്, നാളെ നേരം വിളിക്കുമ്പോ നമ്മൾ പെട്ടി പൊട്ടിക്കുമെന്ന് പറഞ്ഞിട്ട് മക്കള് കാത്തിരിക്കുമ്പോ, അല്ലാഹുവേ ആ
പെട്ടി പൊട്ടിക്കാനാ ബാപ്പയില്ല. പച്ചമണ്ണാകുന്ന ഖബറിന്റെ ഉള്ളിലേക്കൊന്ന് കടന്നു പോകുമ്പോ അല്ലാഹുവേ എപ്പോഴാണ് മരിക്കുന്നത് എന്നറിയില്ല, ഏത് സെക്കൻഡിലാണ് പോകുന്നത് എന്നറിയില്ല. മരണം പറയുന്നു വഉഫരിഖു ബൈനൽ അഖീ വൽ അഖവാ. വീട്ടിന്റെ ഉള്ളിൽ ഉമ്മയും ബാപ്പയുമായിട്ട് കടന്നു പോകുമ്പോ ഈ ഉമ്മക്കും ബാപ്പക്കും രണ്ട് മക്കളാണ്. ഈ പ്രിയപ്പെട്ട രണ്ട് മക്കളും സന്തോഷകരമായിട്ട് കളിച്ച് രമിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോ ഇതിൽപ്പെട്ട ഒരു മകനെ ഒരു മകളെ ആ ഉമ്മയറിയാതെ ബാപ്പയറിയാതെ മലക്കുൽ മൗത്ത് കൊണ്ടുകൊണ്ട് പിടിക്കും. അങ്ങനെ വേർപാടുണ്ടാക്കുന്ന അനുജന്റെ ജേഷ്ഠത്തിയുടെ സഹോദരന്റെ കൂട്ടുകാരുടെ ഇടയിൽ വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാനെന്ന് പറഞ്ഞിട്ട് മരണം അല്ലാഹുവേ ആകാശലോകത്തുനിന്ന് വിളിച്ചു പറയുമ്പോ എന്റെ പൊന്നു ബാപ്പാ എന്നപ്പം മലക്കുൽ മൗത്ത് ഷമീർ ദാരിമിയോടൊപ്പം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളോടൊപ്പം ഉണ്ടെന്ന് പറയാൻ പറ്റുമോ? നിങ്ങളുടെ മക്കളുടെ ചാരത്തില്ലെന്ന് പറയാൻ പറ്റുമോ? ഇല്ല, പറയാൻ കഴിയില്ല. അല്ലാഹുവേ പരിശുദ്ധമായ ഉംറയ്ക്ക് വേണ്ടി കടന്നു പോയിട്ട് ഇന്ന് 10-15 ദിവസമേ ആയിട്ടുള്ളൂ. ഒരുപക്ഷെ നിങ്ങൾ യൂട്യൂബിലൂടെ എന്റെ ആ പ്രഭാഷണം കേട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും കൂട്ടുകാർ നിങ്ങളുടെ വാട്സപ്പ് വഴി നിങ്ങൾക്കത് വിട്ടിട്ടുണ്ടാകാം. മനസ്സ് പൊട്ടിപ്പോകുന്ന ഒരു സംഭവമുണ്ട് പെങ്ങളെ, നമുക്കൊക്കെ അറിയാം. അല്ലാഹുവേ കണ്ണൂർ ജില്ലയിലൊക്കെ പ്രഭാഷണത്തിന് കടന്നു പോകുന്ന എന്റെ പ്രിയപ്പെട്ട സുഹൃത്താണ് യഹിയാ ബാക്കവി. യാ അല്ലാഹ്, പരിശുദ്ധമാക്കപ്പെട്ട ഹറമിന്റെ മണ്ണിൽ വെച്ച് കണ്ടുമുട്ടുകയാണ്. വളരെയേറെ സന്തോഷത്തോടുകൂടി കടന്നു പോവുകയാ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് വിളിച്ചു പറയുന്നത്, ഉസ്താദേ എന്നോടൊപ്പം കടന്നു വന്ന 3.5 വയസ്സുള്ളൊരു പൊന്നുമോ ഇന്ന് മരണപ്പെട്ടു പോയിരിക്കുകയാ. ബാപ്പയോട് ഉമ്മയോടൊപ്പം കളിച്ച് രമിച്ചു കൊണ്ടുവന്ന പൊന്നുമകനാണ്. അല്ലാഹുവേ ആ പൊന്നുമകന്റെ ബാപ്പയെ കാണാൻ എനിക്ക് അവിടെ നിന്ന് കഴിഞ്ഞില്ല, അവന്റെ ഉമ്മയെ ഒന്ന് സമാധാനപ്പെടുത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും അവിടെ അവർക്ക് വേണ്ടി ദുആ ചെയ്തു. ആ പൊന്നുമകന്റെ മയ്യത്ത് നിസ്കാരത്തിൽ പങ്കെടുത്തു. അവിടെ അല്ലാഹുവിന്റെ ഹബീബിന്റെ മദീനയുടെ മണൽപ്പരപ്പിന്റെ രാജകുമാരൻ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമാക്കപ്പെട്ട ചാരത്ത് പോയിട്ട് നമ്മളൊക്കെ എപ്പോഴും പാരായണം ചെയ്യുന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ അടിക്കുന്ന പ്രസിന്റെ അടുക്കിലേക്ക്, ആ ഖുർആൻ അച്ചടിക്കുന്ന പ്രസിന്റെ അടുക്കിലേക്ക് എന്റെ കൂടെ ഉംറക്ക് വന്ന പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ കൊണ്ടുപോവുകയാണ്. പടച്ചവനെ, അന്ന് എനിക്ക് ചെറിയൊരു പനി പിടിച്ചത് കൊണ്ട് ഞാൻ എന്റെ വാഹനത്തിൽ തന്നെ ഇരുന്നു. എല്ലാ സ്ഥലത്തും വാഹനം ഓടിച്ചു കൊണ്ടെത്തിക്കുന്ന എന്റെ സഹോദരൻ അവരുമായിട്ട് ഖുർആന്റെ പ്രസിലേക്കൊന്ന് കടന്നു പോവുകയാ. പെട്ടെന്ന് ഓടി വന്നിട്ട് പറഞ്ഞു, ഉസ്താദേ നിങ്ങളെ തിരക്കുന്നുണ്ട്, അല്ലാഹുവേ കടന്നു വരാൻ പറയേ. അവിടെ നിന്ന് കടന്നു വന്ന പാടെ പറഞ്ഞു, ഉസ്താദേ ഞാൻ അവരെ ഒരുപാട് സമാധാനിപ്പിച്ചു, ഒരുപാട് വർത്തമാനങ്ങൾ പറഞ്ഞു. നിങ്ങളുടെ ബസ്സിന്റെ തൊട്ട് മുമ്പിലുള്ള ബസ്സിൽ എന്നോടൊപ്പം കടന്നു വന്നവരുണ്ട്. ആ പ്രിയപ്പെട്ട പൊന്നുമകന്റെ ബാപ്പയുണ്ട്, ഉമ്മയുണ്ട്. അതുകൊണ്ട് ഒന്ന് വന്നിട്ട് സമാധാനത്തിന്റെ ഒരു വാക്ക് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുവോ? അല്ലാഹുവേ, എത്ര പനിയാണെങ്കിലും ആ പൊന്നുമകന്റെ ഉമ്മയെ ഒന്ന് കാണാ, ബാപ്പയെ ഒന്ന് കാണാ, അവരെ ഒന്ന് സമാധാനപ്പെടുത്താൻ കടന്നു പോവുകയാണ്. ഞാൻ നേരെ അവരെ ചെന്ന് കണ്ടിട്ടില്ല. വാഹനത്തിന്റെ ഉള്ളിൽ കയറിയിരുന്നു. കൊച്ചുമക്കൾ ഇവിടെ പറഞ്ഞു പോയി സഹിക്കാൻ പറഞ്ഞ സ്വഹാബത്തിന്റെ കഥകൾ അവിടെ ഇരുന്നവർക്ക് പറഞ്ഞു കൊടുത്തു. എന്നിട്ടോ അവിടെ വെച്ചുകൊണ്ട് ആ പ്രിയപ്പെട്ട പൊന്നുമകന്റെ ഉമ്മക്കും ബാപ്പക്കും സബർ കിട്ടാൻ വേണ്ടി ദുആ ചെയ്യുകയാ. എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആദ്യം ഒരു മകനെ ആ പ്രിയപ്പെട്ട പെങ്ങൾക്കും ചെറുപ്പക്കാരനും കൊടുക്കുകയാ. കുറച്ചു വളർന്നു വന്നു. 2-2.5 വയസ്സെത്തിയപ്പോ മൂത്ത കുട്ടി ലോകത്തോട് വിട പറഞ്ഞു പോയി. രണ്ടാമത്തെ കുഞ്ഞിന് ഇവിടെ ജന്മം കൊടുക്കുകയോ. ആ ജന്മം കൊടുത്ത പ്രിയപ്പെട്ട പൊന്നുമകനുമായി സന്തോഷത്തോടെ കടന്നു പോകുമ്പോ ആ പൊന്നുമോനെയും പടച്ച റബ്ബ് തിരിച്ചു വിളിക്കുകയാണ്. അല്ലാഹുവേ, 3ാമത്തെ മകനുമായിട്ടാണ് പരിശുദ്ധമായ ഹറമിന്റെ മണ്ണിൽ വന്നത്. 3ാമത്തെ മകനുമായിട്ടാ വന്നത്. ആ പൊന്നുമകനെയും അല്ലാഹു
സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിക്കുകയാ, എന്റെ ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട പൊന്നുമക്കൾക്ക് 1 വയസ്സും 2 വയസ്സും 3 വയസ്സുമുള്ള മക്കള്, 4 വയസ്സുള്ള മക്കള് ഒന്ന് പനി പിടിച്ച് കിടന്നു പോയാ, അല്ലാഹുവേ നമുക്കൊന്ന് ഉറക്കമില്ലല്ലോ പെങ്ങളെ, നമുക്കൊന്ന് ഭക്ഷണം ഇറങ്ങൂലല്ലോ പെങ്ങളെ, നമുക്കൊന്ന് സന്തോഷം കിട്ടൂലല്ലോ പെങ്ങളെ. എനിക്കുമുണ്ട് 6 വയസ്സുള്ള ഒരു പൊന്നുമോ, പടച്ചറബേ രോഗമാണെന്നറിയുമ്പോ മനസ്സ് പൊട്ടാറുണ്ട്. മക്കളെന്ന് പറഞ്ഞാ നമുക്ക് ജീവനാണ്. പ്രിയപ്പെട്ടവൾ എപ്പോഴെങ്കിലും വിളിച്ചിട്ട് എന്തെങ്കിലും രോഗത്തിന്റെ കഥ പറഞ്ഞാ ഓടിപ്പോകാൻ പറ്റുമോ? അല്ലാ അല്ലാ, ഇവിടെ കടന്നു പോകുമ്പോ, എയർപോർട്ടിൽ നിന്ന് കടന്നു പോകുമ്പോ പൊന്നുമകന്റെ കവിൾത്തടത്തിൽ മുത്തം കൊടുത്തിട്ട് കടന്നു പോയ ഉമ്മയാ. ആ പൊന്നുമകനെ വാരി പുടഞ്ഞിട്ട് മുത്തം കൊടുത്തു പോയ ബാപ്പയാണ്. അല്ലാഹുവേ, മാറിയും തിരിഞ്ഞു എയർപോർട്ടിന്റെ ഉള്ളിലെന്ന് മാത്രമല്ല, ഫ്ലൈറ്റിന്റെ ഉള്ളിൽ പോലും പൊന്നുമകനിക്ക് ഭക്ഷണം കൊടുത്തവരാട്. 2 പേരും അവനിക്ക് വാരി കൊടുത്തവരാട്. 2 പേരുടെ മടിത്തട്ടിലും നിരുന്നവരാട്. കടന്നുപോയി പരിശുദ്ധമായ ഹറമിന്റെ മണ്ണില് ആ പൊന്നുമകനവിടന്ന് കടന്നുപോയിട്ട് കുഞ്ഞി ഇഹ്റാമിന്റെ വസ്ത്രങ്ങളിട്ട് അല്ലാഹുവേ ഉംറ നിർവഹിച്ച പൊന്നുമോനാ. അവിടന്ന് തിരിച്ച പ്രിയപ്പെട്ട സഹോദരങ്ങള് അടുത്ത എയർപോർട്ടിലേക്കൊന്ന് കടന്നു വരുമ്പോ അല്ലാഹുവേ, കയ്യിലുണ്ടായിരുന്ന 3.5 വയസ്സുള്ള പൊന്നുമോനെവിടെ? അവന്റെ കളിയെവിടെ? അവന്റെ ചിരിയെവിടെ? അവന്റെ സന്തോഷങ്ങളെവിടെ? ഉമ്മാന്ന് വിളിക്കുന്ന വിളിയെവിടെ? പാപ്പയെന്ന് വിളിക്കുന്ന വിളിയെവിടെ? അവന്റെ കുഞ്ഞുടുപ്പുകളും കുഞ്ഞു ചെരുപ്പുകളും കുഞ്ഞു ഇഹ്റാമിന്റെ വസ്ത്രങ്ങളും മടക്കിയിട്ട് ബാഗിലേക്ക് വെക്കുമ്പോ ആ ഉമ്മക്കത് സഹിക്കാൻ പറ്റുമോ പെങ്ങളെ? ആ പാപ്പക്കത് സഹിക്കാൻ പറ്റുമോ? അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരിമാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരോട്, എപ്പോഴാ മരിക്കുകയെന്ന് പറയാൻ പറ്റൂല, ഏത് സമയത്താ പോകുന്നു എന്ന് പറയാൻ പറ്റൂല. നമ്മുടെ പൊന്നുമക്കൾ ഇവിടെ പറഞ്ഞു പോയാൽ പടച്ചറപ്പേ മനസ്സ് പൊട്ടി പോകൂല പെങ്ങള്. സമാധാനവും സന്തോഷവും ആനന്ദവും പിന്നെ നമുക്കുണ്ടാകുമോ? പിന്നെ നമുക്കുണ്ടാകുമോ? ഇല്ല. ഒരേ ഒരു ചരിത്രം പറഞ്ഞിട്ട് അവസാനിപ്പിക്കുകയാണ്. ലോകത്തിന്റെ രാജകുമാരനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇരിക്കുമ്പോ ഒരു കൊച്ചുകുട്ടിയുടെ കൈയും പിടിച്ചൊരു സ്വഹാബി കടന്നു വരും. ആ പ്രിയപ്പെട്ട പൊന്നുമകനെ വിടന്ന് ബാപ്പാന്റെ മുതുകത്ത് കയറും. നിസ്കരിക്കുമ്പോ ബാപ്പാന്റെ താടിക്ക് പിടിക്കുന്നു, ബാപ്പാന്റെ മുതുകത്ത് കുത്തുന്നുണ്ട്, ചവിട്ടുന്നുണ്ട്. ഇതെല്ലാം അല്ലാഹുവിന്റെ ഹബീബ് കാണുന്നുണ്ട്. കുറെ ദിവസങ്ങളായ ആ കുട്ടിയെയും ആ സ്വഹാബിയെയും കാണാതെ വരുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ചോദിക്കുന്നു, സ്വഹാബാ, ആ കുഞ്ഞു മോൻ എവിടെ? സ്വഹാബത്ത് പറഞ്ഞു, നബിയേ, ആ കുട്ടി വിട പറഞ്ഞു നബിയേ, ആ പൊന്നുമോന് മരിച്ചുപോയി നബിയേ. പടച്ചവനെ, വേദനയോടെ നൊമ്പരത്തോടെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ സ്വഹാബിയുടെ വീട്ടിലേക്കൊന്ന് ചെന്നപാട് ലോകത്തിന്റെ മണൽപ്പരപ്പിന്റെ രാജകുമാരനെ കണ്ടപാട് അവിടന്ന് ചാടി എഴുന്നേറ്റ് വന്നിട്ട് അല്ലാഹുവിന്റെ റസൂലിനെ കെട്ടിപ്പിടിച്ച് മുത്തിമണത്തിട്ട് പറയാ, നബിയേ, എത്രയോ കൊല്ലങ്ങളായി മക്കളില്ലാതിരുന്നിട്ട് പൊട്ടിക്കരഞ്ഞപ്പോ അല്ലാഹു എനിക്ക് തന്നുപോയ പൊന്നുമോനാണ് നബിയേ. നബിയേ, ആ പൊന്നുമകനെന്ന് വിട പറഞ്ഞിട്ട് അവൻ എന്നെ തനിച്ചാക്കി പോയി നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സമാധാനത്തിന്റെ വാക്ക് പറഞ്ഞെങ്കിൽ എന്റെ പ്രിയമുള്ള പെങ്ങളെ, അല്ലാഹു നമുക്ക് പൊന്നുമക്കളെ തന്നിട്ടുണ്ട്. സ്കൂള് വിട്ട് വരാ 5 മിനിറ്റ് വൈകിപ്പോയാൽ എന്റെ ഉമ്മമാർക്ക് അത് സഹിക്കാൻ പറ്റുമോ? രോഗമായി കിടന്നാ സഹിക്കാൻ പറ്റുമോ? അവരന്ന് കരഞ്ഞു പോയാൽ കാര്യമറിയാതെ കൂടെ കരയുന്ന പെങ്ങളെ, നമ്മുടെ മക്കളെന്ന് പറഞ്ഞ ജീവനാട്. അതുകൊണ്ട് പടച്ചറപ്പ് അവർക്കൊരു രോഗം വരുത്താതിരിക്കട്ടെ, ഒരു വിഷമം വരുത്താതിരിക്കട്ടെ. അല്ലാഹുവേ, നമുക്ക് തന്നുപോയ 3 വയസ്സുള്ള 4 വയസ്സുള്ള 5 വയസ്സുള്ള 6 വയസ്സുള്ള പൊന്നുമക്കള്, ആ പൊന്നുമക്കളെ കണ്ടിട്ട് നമ്മുടെ കൊതി മാറിയിട്ടില്ല. അല്ലാ, പടച്ചവനെ,
ഞങ്ങൾ ജീവിച്ചിരിക്കുമ്പോ ഞങ്ങളുടെ 10, 12, 6, 7, 3 വയസ്സുള്ള പൊന്നുമക്കള് നമ്മുടെ മുമ്പിലേക്ക് വെള്ള തുണി കൊണ്ട് പുതപ്പിച്ചിട്ട് കൊണ്ടുവെക്കല്ലേ റബ്ബേ. അത് കാണാനുള്ള മനക്കരുത്ത് നമുക്കില്ലല്ലോ റബ്ബേ. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ 3 കാര്യം മനസ്സിന്റെ ഉള്ളില് ഉറപ്പിച്ചുകൊണ്ട് കടന്നു പോയ അവൻ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കുമെന്നല്ല, അവന്റെ യാത്ര ധന്യമാണ്. അവനെ കൊണ്ടുപോകുമ്പോഴും മെച്ചമാണ്, ഖബറിൽ കൊണ്ടുവെക്കുമ്പോഴും മെച്ചമാണ്, സിറാത്തുൽ മുസ്തഖീമിലൂടെ കടന്നു പോകുമ്പോഴും മെച്ചമാണ്. അതുകൊണ്ട് അൽഹംദുലില്ലാഹ് നിറഞ്ഞ മനസ്സോടെ പറഞ്ഞ കാര്യങ്ങൾ ജീവിതത്തിൽ കൊണ്ടുവരാൻ അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ഈ പ്രഭാഷണത്തിന്റെ സമാപനമാണ് ഇന്നല്ലല്ലോ, എന്റെ സമാപനമാണ്. അതുകൊണ്ട് ചോദിച്ചു പോവുകയാണ്, അല്ലാഹുവേ ഓരോ കൊല്ലം കടന്നു വരുമ്പോ അല്ലാഹുവിന്റെ ദീനിനെ സഹായിച്ച ബാപ്പമാരാ നിങ്ങളെ നിർബന്ധിക്കാൻ വന്നവനല്ല. സ്വർണങ്ങൾ കൊടുത്തുവിട്ട ഉമ്മമാരാണ് ഇവിടെ ഉള്ളവര്. എന്റെ ഉമ്മ, അല്ലാഹു നമുക്ക് ലക്ഷക്കണക്കിന് വിലമതിക്കുന്ന രോഗങ്ങൾ തരാതിരിക്കാ, മൂക്കിലൂടെ വായിലൂടെ ട്യൂബിട്ടുകൊണ്ട് കിടക്കുന്ന ഒരു രോഗം വരാതിരിക്കാൻ അല്ലാഹുവേ ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ കൊടുക്കല്ലേ ചെറുപ്പക്കാരെ, ഞാൻ പറഞ്ഞത് കൊണ്ട് നിങ്ങൾ കൊടുക്കല്ലേ ബാപ്പാ, നിങ്ങൾ പടച്ചവനെ ഓർത്തിട്ടല്ലാതെ കൊടുക്കല്ലേ. ഒരു സ്വർണത്തിന്റെ തരിയാണെങ്കിലും അല്ലാഹുവിന്റെ പള്ളിക്കോ മദ്രസക്കോ ആണല്ലോ, അതുകൊണ്ട് കൊടുക്കുകയാ എന്ന് പറഞ്ഞിട്ട് പടച്ച റബ്ബേ, ഈ പരിശുദ്ധമായ സദസ്സില് ഉസ്താദേ ഒന്നുമില്ല, എന്റെ ഉമ്മ മരിച്ചിട്ടുണ്ട്, എന്റെ ബാപ്പ മരിച്ചിട്ടുണ്ട്, ഇന്ന് പാതിരാത്രിയിൽ എന്റെ ഉമ്മയും എന്റെ ബാപ്പയും എന്നെ നോക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയിട്ടാ ഒരു 10,000 രൂപ ഞാൻ ഇന്ന് കൊടുക്കാൻ പോവുകയാ. ഒരുപാട് എന്റെ കയ്യിലുണ്ടായിട്ടല്ല, ലക്ഷക്കണക്കിന് അട്ടിയടുക്കി വെച്ചിട്ടല്ല. ഉമ്മമാരെ, ബാപ്പമാരെ, നാളെ നമ്മൾ മരിച്ചു പോയാ ചോദിക്കുന്ന എനിക്കതിന്റെ പ്രതിഫലം വേണ്ടേ, കൊടുക്കുന്ന നിങ്ങൾക്കതിന്റെ പ്രതിഫലം വേണ്ടേ? എത്രയും നേരം സഹനത്തോടെ ക്ഷമയോടെ എഴുന്നേറ്റ് പോകാതെ ഈ വന്നിരുന്ന എന്റെ പൊന്നു ബാപ്പമാരോട്, ചെറുപ്പക്കാരോട്, ഉമ്മമാരോട് പറയാ, ഇൻഷാ അല്ലാഹ്, ഇൻഷാ അല്ലാഹ് പെങ്ങളെ ഒന്നുമില്ലെങ്കിൽ ഒരു തരിയെങ്കിലും കൊടുത്തോ, റബ്ബിന്റെ ദീനിന് വേണ്ടിയാണ്. ലാ തങ്കതു അബദാ, ഒരിക്കലും മുറിഞ്ഞു പോകാത്തതിന്റെ മിത്ല് തവാബ്. നമ്മുടെ യാത്രയിലൂടെ കടന്നു വരുമ്പോ അപ്പം നമ്മൾ കണ്ണ് കടിച്ചിട്ട് കാര്യമില്ല, അപ്പം നമ്മൾ കരഞ്ഞിട്ട് കാര്യമില്ല. അല്ലാഹുവേ നമുക്ക് തന്നതിന്റെ ഒരു ഭാഗം, ഒരൽപ്പം റബ്ബിന് വേണ്ടി കൊടുത്തൂടെ? ഉസ്താദേ ഞാൻ ആകപ്പാടെ 10,000 കൊണ്ട് നടക്കുന്നവനാണ്, അത് കൊടുത്തു പോയാൽ എന്റെ സമ്പത്ത് കുറയൂലേ? ഇല്ല, പടച്ചവന്റെ ഖജനാവ് വിശാലമാണ്, പ്രവിശാലമാ. കൊടുക്കുന്ന നിങ്ങൾ അല്ലാഹുവിന്റെ അടിമകളാണ്, അല്ലാഹുവിന്റെ സൃഷ്ടികളാണ്. റബ്ബിനറിയാ നിങ്ങൾക്ക് തരാൻ, നിങ്ങളുടെ ഖജനാവിനെ വിശാലമാക്കാൻ റബ്ബിനെ അറിയാ. അതുകൊണ്ട് പടച്ചവനെ, ഈ പരിശുദ്ധമായ സദസ്സിൽ ദുആക്ക് മുമ്പ് ആര് പറയുന്നു, എത്ര നിന്റെ അടിമകൾ പറയുന്നു, നീ അവരെ സ്വീകരിക്കണേ അല്ലോ, നീ അവരെ ഇഷ്ടപ്പെടണേ അല്ലോ, നീ അവരെ അംഗീകരിക്കണേ അല്ലോ.